നല്ല ഒരു ദിവസം കൂടെ കർത്താവ് നമുക്കായിട്ട് ഒരുക്കി. നമ്മൾ അല്പസമയം സന്തോഷിക്കാൻ പോവാ. റെഡിയല്ലേ? ക്രിസ്തുവിൽ സന്തോഷിക്കാൻ റെഡിയാണല്ലോ? റൈറ്റ്. സ്റ്റാൻലി കല്യാണി ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ. എനിക്ക് ഒരു സ്ക്രീനെ കാണുന്നുള്ളൂ, അതുകൊണ്ട് അപ്പൊ എല്ലാരെയും കിട്ടത്തില്ല. അതുകൊണ്ടാണ്. ബ്രദർ ഐ തിങ്ക് എല്ലാവരും ഏകദേശം എല്ലാവരും എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവേ സ്തോത്രം. നല്ലൊരു ദിവസം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ കൂടെ ഇരുന്ന് സാധിക്കുമ്പോൾ, കർത്താവിൽ നിന്ന് കേൾക്കുമ്പോൾ ഒക്കെ ഞങ്ങളെ നിന്റെ അത്ഭുതങ്ങളാൽ നിറയ്ക്കണം കർത്താവെ. നിന്റെ പ്രവൃത്തികളാൽ ഞങ്ങളെ നിറയ്ക്കണം. നിന്റെ അത്ഭുതങ്ങളുടെ ഒരു വലിയ മേഖല ഞങ്ങൾക്ക് കാണുവാൻ കർത്താവെ, ഈ ലോകം കാണുന്നതല്ല, അതിനപ്പുറമായിട്ട് കാണുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നിറച്ച് ഞങ്ങളിന്ന് കേൾക്കുന്ന കാര്യങ്ങളും ഞങ്ങളിന്ന് കർത്താവിൽ നിന്ന് അനുഭവിക്കുന്നതും എല്ലാം ഞങ്ങൾക്ക് പ്രയോജനമായി തീർന്നതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കിയതിനായിട്ട് സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സേതു വണ്ടിയിലാണല്ലേ? അപ്പൊ തുറന്ന് ആരാധിക്കാം. അല്പസമയം നമുക്ക് ആരാധിക്കാം. കേൾക്കാമോ? ഹലോ, കേൾക്കാം കേൾക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നൽകിയ അത്ഭുത ദിവസത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഇന്ന് സഭയായി ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ കർത്താവിന്റെ മാസമേറിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി കർത്താവെ, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിൽ കർത്താവെ, ക്രിസ്തുവിൽ ഒരു പടി കൂടെ വളരുവാൻ കർത്താവ് ഇന്നത്തെ വചനം, ഇന്നത്തെ ആരാധന കർത്താവെ അവരുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങ് സ്തുതിക്കുന്നു കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം രുചിച്ചർ കർത്താവ് ഇന്നത്തെ മീറ്റിംഗിൽ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഈ മീറ്റിംഗിന്റെ കർത്തൃത്വം യേശു അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ സാന്നിധ്യത്തിന്. അത് ഞങ്ങൾ നടത്തുന്ന വഴികൾക്കായി നന്ദി പറയുന്നു. കർത്താവ്, ഇന്നും ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് ഞങ്ങളിൽ പലരും കർത്താവ് പല വേദനയാലും പല പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ട്. കർത്താവ് അവിടുത്തെ വിഷമങ്ങൾ അവിടുന്ന് മാറ്റുന്നതിനായി സ്തോത്രം. കർത്താവ്, നാളെ എന്താകുമെന്നുള്ള എല്ലാ ആകുലതയും വിട്ടുമാറട്ടെ. അത് ഞങ്ങൾ ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ എൻ്റെ കർത്താവിന്റെ മുഖം നോക്കി മാത്രം ആരാധിക്കും. അത് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം അകറ്റുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ പാപമെല്ലാം അകറ്റുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ യേശു, യേശു, യേശുവാരിലും വലിയവൻ യേശു, യേശു, യേശുവാരി. ചിന്തിക്കുമ്പോൾ
പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകത്തില്ല. ഇന്നിപ്പോ ഈ കോവിഡ്, the whole world is ready to accept it. They know that they cannot do anything further, so they are surrendering before it. The whole science which invented many things, നമുക്ക് imagine ചെയ്യാൻ പറ്റാത്ത പോലെ, see, the science were reaching to a height which is way beyond our imagination. ആ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ കോവിഡിന്റെ വരവ്. നമ്മൾ നോക്കി, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ it just reached its heights. ആ ഏരിയയിൽ ചെല്ലുമ്പോഴാണ് സയൻസിന്റെ അങ്ങേ അറ്റം ചെന്ന് കഴിയുമ്പോൾ ദൈവം മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. God is really teaching a lesson by saying that your intelligence or your ability is nothing. Human, your ability is nothing. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക. വാസ്തവത്തിന് നമുക്കൊക്കെ അറിയാലേ, ഈ ഏറ്റവും ഫീബിൾ ആയിട്ടുള്ള സംഗതികളിൽ ഒന്നാണ് നമ്മളൊക്കെ പറയുന്നത്. നമ്മളൊക്കെ in many languages we are using it as the feeblest thing. നമുക്കൊക്കെ അറിയാലേ, ഈ കൊമള എന്ന് പറയുന്നത്, ബബിൾ, സോപ്പ് ബബിൾ എന്ന് പറയുന്നത് ഏറ്റവും ഫീബിൾ അല്ലെ? നമ്മളൊക്കെ പറയത്തില്ലേ, ഇപ്പൊ ബിസിനസ്, ഇപ്പം ഓരോരുത്തർ റിയൽ എസ്റ്റേറ്റ് ബബിൾ എന്ന് പറഞ്ഞാൽ അറ്റ് എനി ടൈം ഇറ്റ് ക്യാൻ ബസ്റ്റ്. ഇറ്റ് ഇസ് സോ ഫീബിൾ അല്ലെ? സോപ്പ് ബബിൾ എന്ന് പറയുന്നത് ഏറ്റവും ഫീബിൾ ആയ സംഗതി. നമുക്കറിയാം, ഒന്നും തൊട്ടാൽ അപ്പൊ പൊട്ടുന്ന സാധനം അല്ലെ? See, ഈ സോപ്പ് ബബിൾ ഏറ്റവും വീക്കസ്റ്റ് തിങ്. This soap bubble can conquer corona. അല്ലെ? ഇത്രയും പവർഫുൾ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ സയൻസ്, it cannot conquer corona. ഏറ്റവും ഫീബിളസ്റ്റ് തിങ് കൊറോണയെ കൊല്ലുമെങ്കിൽ ഇത്രയും പവർഫുൾ ആയ മനുഷ്യന് കൊറോണയോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. സയൻസ് ഇസ് നത്തിങ്. our logic or our knowledge, it is nothing before God. കർത്താവ് പ്രൂവ് ചെയ്ത് കാണിക്കുന്നത് പോലെ അതല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും ഫീബിൾ ആയിട്ട് പറയുന്നത് ഈ ഒരു ബബിളിനകത്ത് ഈ കൊറോണ എന്ന് പറയുന്ന വൈറസ് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് എ വീക്കസ്റ്റ് തിങ്. പക്ഷെ സയൻസിന്റെ മുഴുവൻ നോളജ് കൊണ്ട് നിന്നിട്ട് ഇന്നും അതിന്റെ മുമ്പിൽ എല്ലാവരും മുട്ടുമടക്കി നിൽക്കുകയാണ്. ദിസ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സീൻ ആൻഡ് അൺസീൻ വേൾഡ്. എനിക്ക് തന്നെ അറിയില്ല, ഇത് നമ്മൾ ഇന്നിപ്പോ ഈ കൂടിയിരിക്കുന്ന ഈ മീറ്റിംഗ് എങ്ങനെ ഏത് ലെവലിലേക്കാണ് പോകുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല. കാരണം ഇറ്റ്സ് എ ഹെവി പ്രസൻസ്. നമ്മൾ പറയുന്നതിലോ ഞാൻ സംസാരിക്കുന്നതിലോ ഒന്നുമല്ല. ഹൗ യു ആർ ഗോയിങ് ടു റെക്കഗ്നൈസ് യുവർ സെൽഫ് ഇൻ ക്രൈസ്റ്റ്, അതിലതിന്റെ കാര്യമില്ല. ഞാൻ പറഞ്ഞ നമ്മുടെ കഴിവുകളിലോ അല്ലെങ്കിൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലോ ഒന്നുമല്ല ഇത് നിൽക്കുന്നു. ദൈവത്തിന്റെ മുഴുവൻ ശക്തിയും അല്ലെങ്കിൽ a supernatural way of God is totally different. It is way beyond our imagination. നമുക്ക് ഇമാജിൻ ചെയ്താൽ നമ്മുടെ തലയിൽ കിട്ടുന്നതല്ല. So when we started recognizing these two worlds, seen and the unseen, and when you start believing that there is an unseen world and that is a supernatural world and it can do anything, when you realize that, and when you realize that who you are in Christ, in that field, in that area, in that realm, hallelujah. കാണാത്ത ഇന്ന് നമ്മുടെ ലോകത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മളൊക്കെ വളരെ സിമ്പിൾ മനുഷ്യർ, സാധാരണ പോലെ ഇരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നവൻ അല്ലെങ്കിൽ നമ്മളെ എവിടെയാണോ ആക്കി വെച്ചിരിക്കുന്നത്, he carries us. നമ്മളെ യേശുവിന്റെ അകത്ത്, കർത്താവിനെ അറിയുന്നവരെ യേശുവിന്റെ അകത്താക്കി വെച്ചിരിക്കുക. But we have to realize where we are. നമ്മൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാകുമ്പോഴാണ് നമുക്കിതിന്റെ യഥാർത്ഥ ശക്തി പിടികിട്ടുന്നത്. വചനത്തിൽ പറയുന്നു, ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി, 3 ദിവസം മരിച്ചു കിടന്ന ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്തിട്ടിരിക്കുക. യേശു ക്രിസ്തു എങ്ങനെയാണോ ഭൂമിയിൽ നടന്നപ്പോൾ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിച്ച ഏത് സ്വാതന്ത്ര്യത്തിലാണോ, അല്ലെങ്കിൽ in what extent or in what extent of the relationship Jesus has called his father's name as Abba Father, the same spirit in which Jesus called, it is in you now. Hallelujah. See, when we are understanding ourselves or understanding who we are in Christ, then only we can realize this. Hallelujah. So that is why every time we all say that, okay, be bold in Christ.
കർത്താവിൽ ബലം പ്രാപിക്കുക. താങ്ക് യു ജീസസ്. എനിക്കെന്നറിയാം, ഇന്ന് വേറെ എന്തോ കാര്യങ്ങളിലേക്കാണ് കർത്താവിനെ കൊണ്ടുപോകുന്നത്. And there is an edification happening in the whole church. That is what we need. വേറൊരു ലെവലിലേക്ക്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന അൺസീൻ വേൾഡിൽ നമുക്കൊക്കെ അറിയാം, ഈ അൺസീൻ വേൾഡ് എന്ന് പറയുന്നതിനെ പല രീതിയിൽ ആൾക്കാർ ഡിഫൈൻ ചെയ്യും. See, we are the human being. We know that there are many people who are really blessed in this world. അല്ലെ? ഈ ലോകത്തിൽ നല്ല ഭാഗ്യവാന്മാരായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. ബില്യണേഴ്സ് ഒക്കെ നമ്മളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നും, അല്ലേ? They are, but only in some limited areas they have a blessing. Thank you Jesus. ഇന്നുള്ള ലിമിറ്റേഷൻ അവർക്കൊക്കെ അവരുടെയൊക്കെ ബ്ലെസ്സിങ്ങിന്റെ ചില ഏരിയകളിൽ ലിമിറ്റേഷൻ ആണ്. But in our case, we are blessed in every area of our life. Thank you Jesus. Supernatural എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം. Supernatural world has many factors. എനിക്കറിയാം അടുത്ത ലെവലിലേക്കാണ് വാസ്തവത്തിൽ the whole church is growing into another level. We are going to have the solid food. A supernatural world, we know that there are many evil things also in the supernatural world. Then what is the difference? With the help of the supernatural world, people can manipulate things. The whole science of sorcery happens there. Then what is the difference? We are also relying upon the supernatural, and many other people who are getting all these blessings, the so-called blessings for the world, through the supernatural. Hallelujah. Then what is our advantage? ദൈവത്തിന് ചെയ്യാവുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പല കാര്യങ്ങളും ഈവിൾ സ്പിരിറ്റും ചെയ്യും. അപ്പൊ പിന്നെ നമുക്ക് എന്താ വ്യത്യാസമുള്ളത്? നാച്ചുറലി നമുക്ക് തോന്നാം, അല്ലേ? പലയിടത്തും ബ്ലാക്ക് മാജിക് കൊണ്ട് പലരും പല കാര്യങ്ങളും നേടിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. Then what is our difference? Hallelujah. നമ്മൾ സ്റ്റംബിൾ ചെയ്യാവുന്ന പല സ്ഥലങ്ങളായി പറയുന്നു. പലപ്പോഴും നമുക്ക് ആലോചിക്കുമ്പോൾ ലോകത്തിന്റെ ബുദ്ധി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് വേറെ പല രീതിയിൽ സാധിച്ചെടുക്കാം. Then why should we go after this? There's a difference. This is also a supernatural world. That is also a supernatural world. But there's a difference. Hallelujah. And God has really proved that difference right in the beginning of the history itself. Let us go to Exodus chapter 7. Exodus chapter 7. Verse 9 and 10. പുറപ്പാടിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം. ഫറവോൻ നിങ്ങളോട് 8 മുതൽ വായിക്കാം. യഹോവ മോശയോടും അഹരോനോടും, ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിക്കുവിൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. അത് ഒരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്നു. യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോൻ തന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. Now the Lord spoke to Moses and Aaron, saying, when Pharaoh speaks to you, say, what a miracle. Then you shall say to Aaron, take your staff and throw it down before Pharaoh, that it may become a serpent. So Moses and Aaron came to Pharaoh, and thus they did just as the Lord had commanded. And Aaron threw his staff down before Pharaoh and his servants, and it became a serpent. Hallelujah. God asked them to show a miracle. Hallelujah.
It is a sign. When he dropped his staff, become a serpent. See, ഇത് ഏത് ആത്മാവിനാലാണ് നടന്നത്? ഇത് നടന്നത് ദൈവത്തിന്റെ ആത്മാവിനാണ്. It happened through the supernatural power of God in the supernatural world. ആണോ? അങ്ങനെ തന്നെ നടന്നത്. But just come to the next word. It says 11 പറയുന്നു, അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രയീം മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. Then Pharaoh has called for the wise men and the sorcerers, and they also, the magicians of Egypt, did the same with their secret arts. See, with the secret arts, they also did the same. Then what is the difference of this supernatural world which we are relying upon? They can also do the same thing. And it shows here, and it happened. Hallelujah. And verse 12 says, for each one threw all down their staff, and they turned into serpents. Hallelujah. പക്ഷെ അടുത്ത വാക്യം പറഞ്ഞു, എന്നാൽ അഹറോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. But Aaron's staff swallowed up their staffs. That means the serpents came out of Aaron's staff, swallowed the other serpents. Hallelujah. Supernatural വേൾഡിൽ തന്നെ superiorityയും inferiorityയും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? We are depending upon a supernatural world which is far superior than any other power in the supernatural world. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് തന്നെയാണ് വചനത്തിൽ പറയുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും സകലതിന്റെയും അത്യന്തം മീതെ അവനെ ഇരുത്തി. There are even other powers, but in this world and in the other world, we are depending upon a superior power. Hallelujah. ഇപ്പൊ മനസ്സിലായോ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം നടക്കും, but we are having a superiority above everything. Hallelujah. The world says that life, and this superior world which we are relying upon says eternal life. അവിടെ പറയുന്നതിനേക്കാളൊക്കെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും പറയുന്നത്. ബിക്കോസ് വി ആർ ഡിപെൻഡിങ് അപ്പോൺ സൂപ്പർ നാച്ചുറൽ വേൾഡ് വിച്ച് ഇസ് ഫാർ എബവ്, ഫാർ സുപ്പീരിയർ ദാൻ ദ അതർ വേൾഡ്. താങ്ക് യു ജീസസ്. എത്ര പേരെന്ന് വാസ്തവത്തിൽ ആ ആത്മാവിന്റെ അനുഭവത്തിലേക്ക് നടന്നു പോകുന്നുണ്ട്? How many of you are really experiencing that supernatural experiences and powers of God? I mean, we have to yearn for it. തേഴ്സ്റ്റ് ഉണ്ടാകുമ്പോഴാണ് അത് വരും. അതിനു മുമ്പ് നമ്മളെ തന്നെ we have to have that മഷീഹ്, ആ റബ്ബിങ്, അല്ലെങ്കിൽ കർത്താവുമായിട്ട് ചേർന്നിരുന്ന് ഞാൻ എന്നെ തന്നെ കർത്താവിനോട് ഒരു ഏകീഭവിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ, ബിക്കമിങ് വൺ എന്ന് പറയുന്ന പോലെ നമ്മളായി തീരുമ്പോഴാണ് ഈ സൂപ്പർ നാച്ചുറലിലേക്ക് നമുക്ക് ആക്സസും നമുക്ക് വെളിപ്പാടും അല്ലെങ്കിൽ അതിനകത്തേക്ക് നമുക്കുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും കിട്ടുന്നു. താങ്ക് യു ജീസസ്. അതിനകത്തൊക്കെയുള്ള ആദ്യ പടിയാണ് വാസ്തവത്തിൽ കർത്താവ് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്ന അന്യഭാഷ. എന്നെനിക്കറിയാം, ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ I can feel that heavy presence now. അല്പസമയം അന്യഭാഷകളിൽ എല്ലാവരും അല്പസമയം അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ അന്യഭാഷകളിലൊന്ന് ആരാധിച്ചു. എനിക്കറിയാം, പരിശുദ്ധാത്മാവിനെ പറ്റി, അന്യഭാഷയെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, സൂപ്പർ നാച്ചുറൽ വേൾഡിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ we are getting lifted up into another level. എല്ലാവരും അന്യഭാഷകളിലൊന്ന് ആരാധിച്ചു അല്പസമയം.
Oh Jesus, Oh, hallelujah. Jesus, hallelujah. വിശ്വാസമൊക്കെ ഉണ്ട്, നല്ല വിശ്വാസമാണ്. അനേക സമയങ്ങളിൽ കർത്താവിന്റെ രുചിച്ചറിഞ്ഞതാ. പക്ഷേ ഒരു റീസൺ ഇല്ലാത്ത പോലെ, ഒരു ഡെഫിനിഷനും ഇല്ലാത്ത പോലെ അകത്തുനിന്ന് എവിടെയോ ഭയം കയറിയിരിക്കുന്ന ഒരാൾ ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കമാൻഡ് ചെയ്തോണ്ട് അത് പുറത്തു പോകാൻ. യു ഹാവ് കോൺഫിഡൻസ് ഇൻ ജീസസ്, യു ആർ മെച്ചുവേർഡ്, ബട്ട് സ്റ്റിൽ ഒരു റൂട്ട് എവിടെയോ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഭയത്തിന്റെ. അതിനെ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ തന്നെ ശാസിച്ച് പുറത്താക്കണം. ആര് പ്രാർത്ഥിക്കാൻ വരണ്ട. ഈ സിറ്റുവേഷനിൽ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരിക്കുന്ന നല്ല വിശ്വാസമുണ്ട്, ഒത്തിരി എക്സ്പീരിയൻസും ഉണ്ട്. You have experienced the mighty hand of God working in your life, in your house, everywhere, but still there is a root which gives life of fear. അത് അകത്തുനിന്ന് പതുക്കെ വരാൻ തുടങ്ങുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയിട്ടുള്ളൂ. പക്ഷെ now itself you have to unweed it. അതിനെ എടുത്തു കളഞ്ഞോണം. താങ്ക് യു ജീസസ്. നമ്മൾ പറയുന്ന അന്യഭാഷയിൽ ആരാധിക്കുന്നവൻ, നമുക്കൊക്കെ അറിയല്ലേ. Let's go to Corinthians, 1 Corinthians chapter 14. Oh Jesus, Jesus. Hallelujah. 1 Corinthians. അതിന്റെ 1, 2, 3 ഓക്കെ, ആദ്യം മുതൽ വായിക്കാം. സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. See, before you are getting access to all these gifts of Holy Spirit, what you have to yearn for? സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കണം. ഉത്സാഹിക്കുക എന്ന് പറഞ്ഞാൽ മടുപ്പ് വരും. യു ഹാവ് ടു സ്ട്രൈവ്. ബുദ്ധിമുട്ടുള്ള കാര്യം. സ്നേഹം ആചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വി ആർ പെർസ്യൂയിങ്. അതിന്റെ ആ വേർഡ് തന്നെ പെർസ്യൂ ലവ് എന്നാ പറഞ്ഞേക്കുന്നത്. സ്ട്രൈവ് ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ വി ഹാവ് ടു പ്രസ് ourselves ടു ബി ഇൻ ലവ്. സ്നേഹം ആചരിക്കാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. So we have to earn for this. We have to demand for it. You have to be thirsty. ഒരു തേഴ്സ്റ്റ് അകത്തുണ്ടാവണം. കർത്താവേ, എനിക്കിത് തരണം, എനിക്കിത് വേണം. പക്ഷെ അത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് തന്നെ ഒരു ഉറപ്പ് വേണം, ഞാൻ സ്നേഹം ആചരിക്കുന്നുണ്ട്. See, without having a qualification, if you are just asking for something, you will not be so confident that you will get it. അല്ലെ? നമുക്ക് അർഹതയില്ലാത്ത ചില സാധനങ്ങൾ നമുക്ക് ചോദിക്കാൻ നമുക്ക് തന്നെ അറിയാം നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല. അല്ലേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു എന്നിട്ട് എനിക്ക് ഗ്രേഡ് 10 ഗ്രാജുവേഷൻ വേണമെന്ന് ചോദിക്കുന്ന പോലെ നമുക്ക് ചോദിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ആദ്യം സ്നേഹം ആചരിക്കണം, അത് വാഞ്ചിക്കണം. അത് കഴിഞ്ഞിട്ട് ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിക്കും. അപ്പൊ അതിനകത്തൊരു സ്പെഷ്യലി നമുക്ക് ചോദിക്കാവുന്ന ഒരു ഗിഫ്റ്റാ പറയുന്ന പ്രവചനപരം. ഈ പ്രവചനം എന്തിനാ നമ്മൾ ചോദിക്കുന്നത്? വൈ വി നീഡ് ദ സ്പിരിറ്റ് ഓർ ദ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി. 90% ആൾക്കാരും ഇന്നത്തെ സ്പിരിച്വൽ വേൾഡില് ദിസ് ഗിഫ്റ്റ് ഇസ് റിയലി ഗെറ്റിംഗ് മിസ്യൂസ്ഡ്. ആൾക്കാരെ ഭയപ്പെടുത്താനും
അവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങാനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇത്. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് നല്ലതല്ലാത്ത ഒന്നും പുറപ്പെടരുത്. പ്രവചനവരം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? യു ഹാവ് ടു എഡിഫൈ യുവർ ബ്രദറൻ. മറ്റുള്ള ഒരാളെ ആത്മീയ വർധന വരുത്താൻ, അല്ലെങ്കിൽ അവരെ ഉയർത്താൻ, അല്ലെങ്കിൽ അവരെ സമാധാനിപ്പിക്കാനുള്ളതല്ലാതെ ഒരു പ്രവചനവും നമ്മളുടെ വായിൽ നിന്ന് വീഴരുത്. താങ്ക് യു ജീസസ്. ഞാൻ ഇന്ന് ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചയെത്തി സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റ് ഓഫ് ഗാഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇത് വെറുതെ നമുക്കൊരു എന്താ പറയുന്നത്, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ജസ്റ്റ് ലേണിംഗ് എ മാജിക് ട്രിക്ക് ടു ഷൈൻ ബിഫോർ പീപ്പിൾ. നമുക്കൊക്കെ അറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർ ഉപയോഗിക്കുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ ഏറ്റവും പെട്ടെന്ന് ആളാവാൻ പറ്റുന്ന ഒരു സാധനമാണ് മാജിക്, അല്ലേ? അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടും. This is not for that. This is the power of God. It's fire. We cannot play around with it. അതുകൊണ്ട് ഇത് ചോദിക്കുമ്പോൾ, ഇത് ഓരോന്ന് ചോദിക്കേണ്ടെന്ന് പറഞ്ഞാൽ ആ സീരിയസ്നെസ് നിന്നിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ പഠിപ്പിക്കുന്ന തമ്പുകുന്നവർ പലപ്പോഴും പറയുന്നത് അപ്പോസ്തോലിക ഘനത്തിൽ നിന്നുകൊണ്ട് വേണമെന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ വെയിറ്റ് ഇട്ട് നടക്കണമെന്നല്ല പറയുന്നത്. അപ്പോസ്തോലിക ഘനം എന്ന് പറഞ്ഞാൽ you should understand what you are touching, what you are dealing with. Hallelujah. ഈ അപ്പോസ്തോലിക ഘനം കേട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് സംശയം തോന്നും പലപ്പോഴും. അത് കേൾക്കുമ്പോ പിന്നെ ഞാൻ പ്രൈസ് ദി ലോർഡ് പറഞ്ഞിങ്ങനെ ഞാൻ ബലം പിടിച്ച് മസിൽ പിടിച്ച് നിൽക്കുന്ന അല്ല പറയുന്നത്. യു ആർ ഡിസേർണിംഗ് തിങ്സ്, then talking according to the standard of God. Thank you Jesus. അതിന് അടുത്ത വാക്യത്തിൽ പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. For the one who speaks in tongues does not speak to men but to God. നമ്മൾ അന്യഭാഷയിൽ ഇപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്നവര് അന്യഭാഷയിൽ ആരാധിക്കുന്ന അനേകരുണ്ട്. You don't know what you are talking, right? You don't understand what it is. But you are talking the mysteries of God which you cannot even understand in your flesh. നമ്മുടെ ബുദ്ധിയിൽ പോലും നമുക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെ നമ്മൾ പ്രസ്താവിക്കുന്നു. Because this unseen, the supernatural world is so vast and powerful that our body cannot contain it. അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ് പലതും ഉണ്ടാകുമ്പോൾ നമ്മൾ our body cannot contain it. എനിക്കറിയാം കർത്താവിന്റെ കൂടെ ചില സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് വന്നു കഴിയുമ്പോൾ personally what I experience sometimes is exactly like you are connected to a big what you call the pneumatic pump. നമ്മുടെ ബോഡി കണ്ടെയ്ൻ ചെയ്യത്തില്ല. ഇറ്റ് ഈസ് ലൈക്ക് എ പ്രഷർ, പവർ നമ്മുടെ അകത്തേക്ക് ശരിക്കും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കേട്ടുന്ന പോലെ we really feel, sometimes I feel that I will explode. നമ്മൾ പൊട്ടിത്തെറിച്ചു പോകും തോന്നും. കാര്യം അവിടെ വരുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ കർത്താവിനോട് പറയും, കർത്താവ് മതി, പറ്റുന്നില്ല എന്നെ കൊണ്ട് താങ്ങാൻ. ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. അതിന്റെ ടേസ്റ്റിന്റെ ചെറിയൊരു അംശം മാത്രം വരുമ്പോൾ തന്നെ നമുക്ക് we cannot contain it. ഹല്ലേലൂയ. ഈ കാണുന്നതിനകത്തല്ല നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ഈ സോപ്പ് ബബിളിന് ഈ വൈറസിനെ കൊല്ലാൻ പറ്റുന്നുണ്ട്, പക്ഷെ മനുഷ്യന് പറ്റുന്നില്ല. If you think about the science of a soap bubble, we didn't even finish all those researches about a soap bubble, അല്ലേ? സോപ്പ് ബബിളിന്റെ ടെൻസൈൽ സ്ട്രെങ്തിനെ പറ്റിയൊക്കെ ഉള്ള ഇതുവരെ റിസർച്ചുകളൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആ ലെവലിലായിട്ടേ ഉള്ളൂ. We are entering into such a vast and powerful world where we are having the superior power. Thank you Jesus. അന്യഭാഷയിൽ സംസാരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയും, ഇന്നിപ്പം എനിക്കറിയത്തില്ല, ഇന്ന് വചനം പഠിക്കുക ഒന്നും അല്ല, there is a huge transformation of power today. ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലേക്കും ആളുകളിലേക്ക് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഒരു ടച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയാം. I feel shocking. എനിക്കെന്നറിയാം, എനിക്ക് മുമ്പോട്ട് പോകാൻ പോലും പറ്റുന്നില്ല. അതുപോലെ ഇന്ന് ആ പ്രസൻസ് ആഗ്രഹിക്കുന്നവർ കർത്താവിനോടൊന്ന് പറയണം, കർത്താവ് എന്നെ അതിനകത്ത് കണക്ട് ചെയ്യണം. ഒന്ന് പറഞ്ഞേ, കർത്താവിനോട് തന്നെ ഒന്ന് പറഞ്ഞു കണക്ട് ചെയ്യാൻ. താങ്ക് യു ജീസസ്.
മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ അകത്തിരിക്കുന്ന അകത്തെ മനുഷ്യൻ ഇപ്പൊ കർത്താവിനോട് സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങൾ പോലും അറിയാതെ ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന അനേകര് നിങ്ങൾ എന്നെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും, ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അകത്തുനിന്ന് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇപ്പോൾ കർത്താവുമായിട്ടുള്ള മർമ്മങ്ങളെ സംസാരിക്കുന്നത്. You are not studying something. You are not studying something from the word. You are talking the mysteries of God. Hallelujah. അകത്തെ മനുഷ്യൻ അറിയാത്തത് ഈ ലോകത്തിൽ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ആർക്കും മനസ്സിലാകാത്ത ആത്മീയ മർമ്മങ്ങളെ, സ്പിരിച്വൽ മിസ്റ്ററീസ്. He's dissecting the spiritual mysteries. Hallelujah. ഇനി കേട്ടോണ്ടിരിക്കുന്നവരുടെ അകത്തെ മനുഷ്യൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിനോടാണ്. ക്രിസ്തുവിൽ എല്ലാം നിറവ് നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിലേക്ക് കണക്ട് ചെയ്താ നിൽക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷന്റെ ഒക്കെ വേറെ പുതിയ ലെവലുകളിലേക്ക് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതകത്തേക്ക് വരുമ്പോഴത്തേക്ക് മുഴുവൻ അകത്ത് കിടക്കുന്ന വേണ്ടാത്ത ഭയമൊക്കെ കരിഞ്ഞു ഉണങ്ങിപ്പോവും. ജീസസ്, എനിക്കറിയാം ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, നിഗൂഢ മനുഷ്യൻ എന്ന് പറയുന്ന that inner man is talking to God. ആ അന്യഭാഷയുടെ ഗിഫ്റ്റ് ഉള്ളവരെല്ലാവരും അകത്തുനിന്ന് നിങ്ങളുടെ ആത്മാവിനെ മനുഷ്യനെ കൊണ്ട് സംസാരിക്കട്ടെ. ഞാൻ അതിന് ഇടക്കൂടെ വചനം വായിച്ചോട്ട് പോകുന്നുള്ളൂ, കാരണം ഇറ്റ് ഇസ് ഇൻ അനദർ ലെവൽ. ജീസസ്, നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ അതുപോലെ തന്നെ സംസാരിക്കട്ടെ കർത്താവിനോട്. മർമ്മങ്ങളെ ചോദിച്ചേ. ആരും ഇതുവരെ കാണാത്ത ബൈബിളിലെ വചനങ്ങൾക്കകത്ത് കിടക്കുന്ന പുതിയ പുതിയ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ. ജീസസ്, ആത്മാവിൽ മർമ്മങ്ങളെ for no one understands, but in his spirit he speaks mysteries. Mysteries means the normal human being cannot understand what it is, but your inner man and the Holy Spirit knows what it is. ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഏരിയകൾ, ഇതുവരെ ആരും പോകാത്ത ഏരിയകളിലേക്ക്, കർത്താവിന്റെ മർമ്മങ്ങളിലേക്ക്, കർത്താവിന് അകത്തിരിക്കുന്ന ഗുപ്തനിധികൾ എന്ന് പറയുന്നത്, that hidden treasures of God, you are getting an access to it. ഇന്ന് ലോകത്തിൽ അറിയാവുന്ന നോളജുകൾക്ക് പരിധിയുണ്ട്. ആരും കേട്ടിട്ടില്ലാത്ത ഐഡിയാസ്, ആരും ഇതുവരെ തൊട്ടിട്ടില്ലാത്ത ഏരിയകളിലേക്ക് നമ്മളുടെ അകത്തെ മനുഷ്യൻ കർത്താവിനെ കണക്ട് ചെയ്യും. And he is ready to give. That is the beautiful part. He is ready to give those secrets to you. നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ പിക്ചറൈസ് ചെയ്യുന്നത് അതാ പലപ്പോഴും തങ്ങൾ പറയുന്ന ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റിയുടെ വേറൊരു ലെവലുണ്ട്. ഹല്ലേലൂയ. ഇറ്റ് ഇസ് നോട്ട് എ സ്കിൽ. ഞാൻ വീണ്ടും പറയാം, ഇറ്റ് ഇസ് നോട്ട് എ സ്കിൽ. നിങ്ങൾ ഏൺ ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുത്ത, ഇറ്റ് ഇസ് നോട്ട് എ സെറ്റ് ഓഫ് സ്കിൽസ്. ഇറ്റ് ഇസ് എ ഗിഫ്റ്റ്. നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നതിനെ അനേക കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ട് പോകാൻ ഇതിനകത്ത് കുറച്ച് നിങ്ങൾക്ക് കുറച്ച് സ്കിൽസ് പഠിപ്പിച്ചു തരുന്ന പോലെയല്ല. ഉള്ളിലെ മിസ്റ്ററി വെളിപ്പെട്ട് കഴിയുമ്പോൾ ഏത് ഭയത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴും അസാധാരണമായ ധൈര്യം അകത്ത് കയറി വരും. Because your inner man will start talking to Jesus and he will empower you there to stand boldly. ധൈര്യമായിട്ട് ഉറച്ചു നിൽക്കാനുള്ള ഹൃദയത്തിൽ നിങ്ങൾ സാധാരണഗതിയിൽ നിന്നാൽ ബോധം കെട്ടു പോകുന്ന അവസരങ്ങളിൽ പോലും കർത്താവിന്റെ അത്ഭുത സാന്നിധ്യം നിങ്ങളെ നിറയാൻ തുടങ്ങും. ജീസസ്, എനിക്കറിയാം കർത്താവിന്റെ കൂടെ തന്നെ ഇരുന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. വെറുതെ അല്ല ഇരിക്കുന്നത്. Thank you, Jesus. Hallelujah. ഹല്ലേലൂയ. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അന്യഭാഷയിൽ
സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മീയ വർധനയാ വരുന്നത്. Hallelujah. One who speaks in tongues edifies himself. Edify എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളെ തന്നെ നിങ്ങൾ പണിയുക, എഡിഫൈ ചെയ്യുക. എഡിഫൈസ് എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? നമ്മൾ കെട്ടി ഉയർത്തുന്ന ഒരു സാധനം. ഇടിഞ്ഞു കിടക്കുന്ന പലതിനെ from a rubble you can make a castle. അതാ പരിശുദ്ധാത്മാവ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൃദയം മുഴുവൻ ഇടിഞ്ഞ് തകർന്ന് കിടക്കുന്നവരെ കൊണ്ട്, യു ഹാവ് ഓൺലി റബിൾസ്, ശരിക്കും ഡെബ്രി മാത്രമേ ഉള്ളൂ, ബട്ട് ഹി ഈസ് ഗോയിങ് ടു ബിൽഡ് എ കാസൽ ഔട്ട് ഓഫ് ഇറ്റ്. ഇന്ന് ഹൃദയം മുഴുവൻ തകർന്നു കിടക്കുന്നത്, എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല, എന്റെ കാര്യങ്ങളെ മുഴുവൻ കുഴഞ്ഞു കിടക്കുക എന്ന് പറയുന്നവരോട് ഞാൻ പറയാം, ഈ കുഴഞ്ഞു കിടക്കുന്നിടത്തുനിന്ന് തന്നെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ഇന്ന് നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ യു ആർ എഡിഫൈങ് ഹിം. എഡിഫൈ ചെയ്ത് പണിതെടുത്തോണ്ടിരിക്കുക, പുതിയതാക്കിക്കൊണ്ടിരിക്കുക, ഒരു പുതിയ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുക. തീർന്നെന്നും കഴിഞ്ഞെന്നും ഇന്ന് ലോകത്തിൽ അനേകരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇനി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാം, മുഴുവൻ തീർന്നു എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മളെ കർത്താവ് ഇപ്പോൾ ഇന്ന് അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരെ കൊണ്ട് കർത്താവ് പുതിയൊരു പണി, പുതിയതായിട്ട് നിങ്ങളെ പണിതെടുത്തോണ്ടിരിക്കുക. അന്യഭാഷയിൽ ആരാധിച്ച് I cannot move further. I know that there is an impartation happening right now. ഒരു വലിയ impartation. എല്ലാവരും അന്യഭാഷകളിൽ ആരാധിച്ചു. Oh Jesus. ഇതുവരെ കാണാത്ത, ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു വേൾഡിലേക്കാണ് നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവര് just believe without any doubt, without any hesitation. If you believe, you can access it. Jesus. Hallelujah. എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങളെ പലരും കളിയാക്കിയിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ, നിങ്ങളൊരു പൂർണ്ണ പരാജയമാണെന്നും പലരും രഹസ്യത്തിൽ പറഞ്ഞിട്ടുള്ളവരോട് ഞാൻ ഇന്നൊരു കാര്യം പറയും. നിങ്ങളൊരു അറ്റർ ഫെയിലിയർ എന്ന് നിങ്ങൾ കേൾക്കുകയല്ല, നിങ്ങൾ അറിയാതെ നിങ്ങളൊരു അറ്റർ ഫെയിലിയർ ആണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകത്തില്ല, പക്ഷെ അത് that happened. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന ദിവസങ്ങളെ. അറ്റർ ഫെയിലിയർന്ന് ജനം പറഞ്ഞ് എഴുതി തള്ളിയ, നിങ്ങൾ കേൾക്കുകയെന്നല്ല, ചിലപ്പോൾ കേട്ടിട്ടും ഉണ്ടാവും, പക്ഷേ കേൾക്കാതെ അനേക സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരു അറ്റർ ഫെയിലിയർ ആണ് എന്ന് മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുള്ളവരെ ഞാൻ ഇന്ന് പറയാം, നിങ്ങളെ കർത്താവ് വേറൊരു ലെവലിലേക്ക് ഉയർത്താം. ജീസസ് റിജക്ഷൻസ് അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ വലിയ, ഇന്ന് നോക്കുമ്പോൾ ഒരു പൊസിഷനും ഇല്ല, അല്ലെങ്കിൽ ലോകത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയ്ക്ക്, ആരുടെ ഇടയ്ക്ക് നിങ്ങളെ അപമാനിച്ചു നിർത്തുന്നത് പോലെ നിന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എവിടെ നിങ്ങൾ താഴ്ന്നോ, എവിടെ നിങ്ങൾ തകർക്കപ്പെട്ടോ, ആ റബിളിനകത്തുനിന്ന് ഹീസ് മേക്കിംഗ് എ കാസൽ. അവിടെ നിന്നൊരു വലിയൊരു രാജകൊട്ടാരം പണിതെടുക്കുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഇന്ന് ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ. ഞാൻ പറയുന്നത് അറ്റർ ഫെയിലിയർ എന്ന് പറഞ്ഞ് എഴുതി തള്ളിയത് നിങ്ങൾ തന്നെ പലപ്പോഴും നിങ്ങളെ തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താങ്ക് യു ജീസസ്, ഹി ഈസ് ഗോയിങ് ടു ഡു എ മൈറ്റി തിങ്. അതിന്റെ ഏറ്റവും വലിയ ആയുധം ഇതാണ്, അന്യഭാഷ. സ്നേഹം അന്യഭാഷ. എല്ലാം അകത്തുനിന്ന് വേണ്ടതെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് സ്നേഹത്തിനകത്തേക്ക് ഒന്ന് കയറിക്കുക. നമ്മൾ കാര്യം ആദ്യത്തെ വാക്യത്തിൽ ഇത് കണ്ടതാ. ഫസ്റ്റ് റിക്വയർമെന്റ് ഇസ് ലവ്, സ്ട്രൈവ് ഫോർ ഇറ്റ്. ആ സ്ട്രൈവിങ് അതിനകത്തേക്ക് എല്ലാം, ലെറ്റ് us be a clean slate, ഒരു ഓപ്പൺ ബുക്കായിട്ട് നിന്നേ. എനിക്ക് ആരുടെയും മുമ്പിൽ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല. കർത്താവിന്റെ മുമ്പിൽ ഞാൻ നിഷ്കളങ്കനും നേരുള്ളവരുമായി നടക്കുക എന്ന് പറയുന്നത് പോലെ റൈച്ചസ് ആയിട്ട് ഒന്ന് നിന്നേ. കർത്താവിന്റെ റൈച്ചസ്നെസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. താങ്ക് യു ജീസസ്. എനിക്കറിയാം ഇന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ഐ കനോട്ട് മൂവ് ഫർദർ. എല്ലാവരും അന്യഭാഷയിൽ ആരാധിച്ചു.
ഇതൊരു ടൈം വേസ്റ്റ് അല്ല, ഇതൊരു ടൈം വേസ്റ്റ് അല്ല. യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ ഫ്യൂച്ചർ. ഇതൊരു ടൈം വേസ്റ്റ് അല്ല. ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. The world is giving life, and our Jesus is giving us the eternal life. Thank you, Jesus. Thank you, Jesus. ഞാൻ വീണ്ടും പറയാം, ഇന്ന് ഈ രാജ്യത്ത് വന്നിരിക്കുന്നത് അബദ്ധമായി പോയി എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാം, ശാസിക്കണം അതിനെ, ആ വിചാരത്തെ ശാസിക്കണം. ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഈ കാനഡയിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ പറയണം, ഇറ്റ് ഇസ് നോട്ട് ബൈ എ ചാൻസ് യു ആർ ഹിയർ. മുന്നമേ തെരഞ്ഞെടുത്തിട്ട് ഇവിടെ കൊണ്ടു നിൽക്കുന്ന വായിൽ നിന്ന് വേണ്ടാത്തൊരു വാക്ക് വീണിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് പറയണം, ഈ രാജ്യത്ത് തന്നെ ഞാൻ അനുഗ്രഹം പ്രാപിക്കും നിശ്ചയം. തീരുമാനമെടുത്ത തെറ്റായി പോയി എന്ന് ഒരു പ്രാവശ്യമെങ്കിലും വായിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതിനെ ക്യാൻസൽ ചെയ്ത് നിന്റെ പുതിയ വഴി തുറക്കാൻ പോവാൻ കർത്താവ്. ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന് പറയുന്നവരോട് പോലും ഞാൻ പറയും, ഈ രാജ്യത്ത് വന്നത് അബദ്ധമായി പോയി, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് എന്തായി ആരെങ്കിലും ചോദിച്ചു, നാട്ടിൽ നിന്ന് ചോദിച്ചെന്ന് കേട്ടാൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ആ വേണ്ടാത്ത വാക്കിനെ എടുത്ത് കളഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ നന്മയും നിന്റെ തലമുറകൾ അനുഗ്രഹിക്കുന്ന നിന്നെ കൊണ്ട് തന്നെ കർത്താവ് കാണിക്കും. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് അധികം നാൾ ആവാത്തവരോട് മാത്രമല്ല പറയുന്നത്, കുറച്ചു നാൾ ആയിട്ട് പോലും ഇപ്പോഴും സംശയിച്ച് നിൽക്കുന്ന ചിലരുണ്ട്. ശരിയായിരുന്നു ഞാൻ എടുത്ത തീരുമാനം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നോ, യു ഡിഡ് എ റൈറ്റ് ഡിസിഷൻ ബിക്കോസ് ഹി ഹാസ് പ്രോംപ്റ്റഡ് യു ടു ഡു ഇറ്റ്. ഇന്ന് ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ അനുഗ്രഹിക്കാൻ മതിയായവരെയാണ് നീ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഞാനിവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണെന്ന് പറയുന്നവരോടുകൂടെ ഞാൻ ഒരു കാര്യം പറയാം, നിൽക്കുന്നത് കൃപയാലാണ്. എല്ലാം ആയി എന്ന് നമുക്കൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ബൈ ഗ്രേസ് വി ആർ സ്റ്റാൻഡിങ്. വേറെ ഒന്നുമല്ല, അവന്റെ കൃപ കൊണ്ട് മാത്രമായി. ഇവിടെ നമ്മൾ ഒന്നും ആയിട്ടില്ല. അവന്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും നമ്മൾ നിന്നു പോകുന്നത് അതവന്റെ ദയ. ഹല്ലേലൂയ. ഇന്നെനിക്കറിയാം, ജീവിതങ്ങളിൽ മാറ്റം വരുത്തുന്ന ദിവസമാക്കിയിട്ട് കർത്താവ് എന്നവരെ മാറ്റി. ജീസസ്, ജീസസ് തുറക്കാൻ പോകുന്ന പുതുവഴികളെ നോക്കിക്കാണോ. ഇന്ന് ലോകം മുഴുവൻ എല്ലാം അടഞ്ഞെന്ന് പറയുന്നിടത്ത് കർത്താവിന്റെ വാക്ക് പറയുന്ന, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല നിശ്ചയം. എവിടെയെങ്കിലും ഒന്ന് സ്ട്രൈവ് ചെയ്തിട്ട് എവിടെയെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു വീണ്ടും പറയാം, അവിടെ തന്നെ അതിന്റെ ഉയർച്ചയുടെ ആദ്യത്തെ പടി. സ്റ്റെപ്പിംഗ് ഇൻ ടു സക്സസ് ആദ്യത്തെ പടിയായിട്ടുള്ളൂ. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ താങ്ങി അവിടെ നിന്ന് ഉയർത്തി 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 മാനിക്കാൻ മതിയായ ഒരാളെ വിശ്വസിച്ചിരിക്കുന്നത് അവൻ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. എന്റെ കർത്താവ് വഴിയിലിട്ട് പോകുന്നാൽ ഇന്ന് കർത്താവിനെ നോക്കി ഇറങ്ങിയ ഓരോ മക്കളോടും ഇന്ന് ഞാൻ വെർച്വൽ വേൾഡിൽ നിന്നുകൊണ്ട് ഈ സ്ക്രീനിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് ഇപ്പോൾ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് അഷുറൻസ് തരിക. ഇന്ന് കിട്ടുന്ന, ഇന്ന് ഈ ബലപ്പെടുത്തുന്ന ഈ വാക്ക് എന്നിൽ നിന്ന് വരുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നു. നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുന്ന അത്ഭുതങ്ങളുടെ വഴികളെ നോക്കുമ്പോൾ ഇനി തിരിഞ്ഞു നോക്കി അത്ഭുതപ്പെടാനുള്ള ദിവസങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ.
ജീസസ്. അബദ്ധത്തിലല്ല ഈ രാജ്യത്ത് നിന്നെ കൊണ്ട് നിർത്തിയത്. അബദ്ധത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോരാം, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമല്ലോ എന്നൊക്കെ വന്നതായിരിക്കും. പക്ഷെ ഇവിടെ അതൊന്നുമല്ല പദ്ധതി. നിന്നെ കൊണ്ടൊരു പദ്ധതി ഉണ്ടെന്ന് പറയുന്ന അനേകം ആത്മാക്കളെ നേടാനും കൂടെ. വെറുതെ ഇവിടെ കുറച്ച് ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല വീട് വാങ്ങിച്ച് നല്ല കാർ ഓടിച്ച് നടക്കാനല്ല വിളിച്ചു. അനേകരുടെ ജീവന്റെ ഉത്തരവാദിത്തം തന്നിട്ടാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഒറ്റ വാക്കുകൊണ്ട് അനേകരുടെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള അഭിഷേകം നാവിന്റെ തുമ്പിൽ നിർത്തിയിട്ടാണ് ഇവിടെ വിട്ടേക്കുന്നത്. ഫോൺ ഓഫ് ചെയ്ത് വെക്കരുത്. ഏത് സമയത്തും കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാവുന്ന ആത്മാക്കളുടെ കോൾ നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങളുടെ ഒരു പാഠവും വേണ്ട, അല്ലെങ്കിൽ വചനത്തിലെ അറിവൊന്നും വേണ്ട. സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അവിടെ കർത്താവിന്റെ അഭിഷേകം ഇറങ്ങി വരും. അത് നടക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ നടക്കും. 100 വർഷം ഓടിയാലും ചെയ്യാൻ പറ്റാത്തത് ഈ ലോകത്തിൽ മടി കൊണ്ടിട്ട് തരും കർത്താവ്. താങ്ക് യു ജീസസ്. വലിയൊരു ഉണർവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. വെറുതെ തമാശ പറയുന്നതല്ല, വലിയൊരു ഉണർവിന്റെ മുമ്പിൽ. എനിക്കറിയാം, രാജ്യങ്ങൾ കത്തിക്കൊണ്ടിരിക്കുക. താങ്ക് യു ജീസസ്. ഇനി ലിമിറ്റേഷൻസ് വന്നെന്ന് ലോകം പറയുന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ വലിയ വാതിലുകളെ കർത്താവ് തുറക്കുന്നു. ജോലി കിട്ടാൻ സാധ്യതകൾ കുറവാന്ന ലോകം പറയുന്നത്. നോ 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 നോ. അവന്റെ മക്കൾക്ക് വേണ്ടി അവൻ ഏത് എക്സ്റ്റെന്റ് വരെയും പോകും. താങ്ക് യു ജീസസ്. ഇന്റർവ്യൂവിനെ ഭയമുള്ള പലരോടും ഞാൻ പറയും, ഇത് നിന്റെ അഡ്വാൻറ്റേജ് ആക്കി കർത്താവ് മാറ്റും. നേരിട്ട് കണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ ധൈര്യമില്ലെന്നൊക്കെ പറയുന്നവരുടെ മുമ്പിൽ ജോലി തുറന്നിങ്ങനെ മുമ്പിൽ വരും. ഹല്ലേലൂയ. ഇനി ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നെന്ന് പറയുന്നത് നമുക്ക് അനുഗ്രഹമായിട്ടാണ് മാറുന്നത്. കത്തിക്കൊണ്ടിരിക്കുക, രാജ്യങ്ങൾ കത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എനിക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമയമായി. ഇന്നലെ ഞാനൊരു മീറ്റിംഗ് പങ്കെടുക്കുകയായിരുന്നു. അമേരിക്ക മുഴുവൻ ഉള്ള ഹെവൻലി ഫീസ്റ്റിന്റെ ഒന്നിച്ചുള്ള ഒരു മീറ്റിംഗിൽ ഞാൻ ശുശ്രൂഷിച്ചിരുന്നത്. അമേരിക്കയിൽ മുഴുവൻ ഏതാണ്ട് 250 മുകളിൽ ആൾക്കാർ ഒരേ സമയത്ത് മീറ്റിംഗ് വന്നു. കർത്താവ് കത്തിച്ചുകൊണ്ടിരിക്കുക ഓരോ സ്ഥലങ്ങളിലും. ഞാനിപ്പോ ട്രാവൽ ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് അമേരിക്കയിൽ ഇത്ര സ്ഥലങ്ങളിൽ പോകാൻ പറ്റത്തില്ല. ടെക്സസ് മുതൽ ന്യൂയോർക്ക് വരെ, അങ്ങേയറ്റത്തും ഇങ്ങേയറ്റം വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലെ ആൾക്കാർ. ഹല്ലേലൂയ. ലിമിറ്റേഷൻ മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. ലിമിറ്റേഷൻ എന്ന് മനുഷ്യനാ പറയുന്നത്. ഇല്ല, നമ്മുടെ മുമ്പിൽ പുതിയ പുതിയ വാതിലുകളെ കർത്താവ് തുറന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവരോട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം, ഇന്ന് പലയിടത്തുനിന്ന് അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, we can feel that he has started his action. കർത്താവിന്റെ പണി തുടങ്ങി കഴിഞ്ഞ് കയ്യിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവ് അത്ഭുതകരമായിട്ട് ഇനി ഉപയോഗിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചേ. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് എന്താ പറയാ, സൂപ്പർ സാച്ചുറേറ്റഡ്. ഓ ജീസസ്, ജീസസ്. ജോലിയെ പറ്റി ഭാരപ്പെടുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ ആ ഭാരത്തെ ശാസിച്ച് പുറത്താക്കണം. നിങ്ങൾ ഇന്നിരിക്കുന്ന ജോലി നിങ്ങൾക്ക് ദാനമായിട്ട് കർത്താവ് തന്നു. നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത് കർത്താവാണ്. അവിടെ ഇരുത്തിയത് അവനാണെങ്കിൽ അവൻ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ ഭയപ്പെടരുത്. എന്റെ കർത്താവ് ഉയർച്ചയുടെ കർത്താവായതുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. നിന്നെ അതിനേക്കാൾ ഉന്നതിയിൽ ഇരുത്താൻ മാത്രമാണ്. അല്ലെങ്കിൽ ബി ഹാപ്പി there. തൊടാൻ പറ്റത്തില്ല, തൊടാൻ. താങ്ക് യു ജീസസ്. Thank you, Jesus.
ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ വീണ്ടും വീണ്ടും പറയാം, നിങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം കർത്താവിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. ഇറ്റ് ഈസ് സേഫ് ഇൻ ഹിസ് ഹാൻഡ്സ്. The world will say many things. Don't hear those things. ലോകം പറയുന്ന ഒന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ നിന്നും ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയരുന്നതല്ലാതെ താഴോട്ട് പോകുന്ന പ്രശ്നമില്ല. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. തന്ന ആരോഗ്യത്തിന് ആദ്യം കർത്താവിനെ മഹത്വപ്പെടുത്തി. ലോകം മുഴുവൻ ഭയപ്പെടുമ്പോഴേ നമ്മൾ എത്ര ധൈര്യമായിട്ട് നിൽക്കാൻ കൃപ തന്നില്ലേ. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. I cannot go further. Thank you Jesus. കർത്താവെ നന്ദി പറഞ്ഞു, സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇന്ന് കേൾക്കുന്നതും നീ സംസാരിക്കുന്നതും നിന്റെ അഭിഷേകം ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും മുറികളിൽ ഇറങ്ങിയത് ഞങ്ങൾ അറിയുന്നു. നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. Amen. ഞാൻ എത്രയും പെട്ടെന്ന് സാക്ഷികൾ കേൾക്കാൻ ഞാനങ്ങ് റെഡിയാവും. കാര്യം അതർവൈസ് ഐ കനോട്ട് സിറ്റ് ഹിയർ. ഇറ്റ്സ് ഫയർ. ഇറ്റ് ഈസ് ഹെവി. അതാണ്. കർത്താവിന്റെ സാന്നിധ്യം ചില സമയങ്ങളിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും, കർത്താവ് മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല, സോ തിക്ക്. നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാം. ദെൻ ഐ വിൽ ഓൾസോ ബി എ ലിറ്റിൽ ബിറ്റ്, എന്താ പറയുക, ഈ പ്രഷർ വാൽവ് ഒക്കെ തുറന്നു വിട്ട പോലെ കുറച്ച് സമയം എനിക്ക്. അപ്പം നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാം. എത്ര റെഡിയാ സാക്ഷ്യങ്ങൾ കേൾക്കാൻ? താങ്ക് യു ജീസസ്. കൈ ഉയർത്തിയ ആള് തന്നെ തുടങ്ങിക്കോ. സ്റ്റാൻലിയൻ കല്യാണി പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനം മുഴുവനും നമ്മളെ തന്നെ നോക്കി ഇന്ന് പറ, ഇത് എനിക്ക് വേണ്ടി പറഞ്ഞത് ഇന്നത്തെ ദിവസം. ഹല്ലേലൂയ. ഇന്ന് കേട്ട വചനം ദൈവശ്വാസ്യമാണ്. ഹല്ലേലൂയ. ഞാൻ അതാ വിശ്വസിക്കുന്നത്. ഇന്ന് ജെബിബ്രാന്റെ വായിൽ നിന്ന് വന്ന, ഞാൻ വിശ്വസിക്കുന്നത് ജെബിബ്രാന്റെ വായിൽ നിന്ന് കർത്താവ് ജെബിബ്രാൻ ഇന്ന് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആ വചനം മുഴുവനും ദൈവശ്വാസ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് അത് നമ്മുടെ എവിടെയാണോ ശൂന്യമായിരിക്കുന്നത് അതിനെ മുഴുവൻ ഇന്ന് ജീവൻ വെപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ സാക്ഷ്യത്തിൽ കടക്കാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ രണ്ടുപേരും കാനഡയിൽ വന്നു. കർത്താവ് പുതിയൊരു തലമുറയെ തരാൻ പോകുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്. കർത്താവ് വലിയ, ഞാൻ വിശ്വസിക്കുന്നു 2020 എനിക്ക് ഒരു ഭാരവും ഇല്ല. കാരണം ഈ കേൾക്കുന്ന വചനം മുഴുവനും ദൈവത്തിന്റെ ശ്വാസ്യമാണ്. എവിടെയാണോ എന്താ പറയുക ജീവനില്ലാത്ത അവിടെ കർത്താവ് ജീവൻ വെപ്പിക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ അവിടെ തീർന്നില്ല. ഞങ്ങൾക്ക് ഹെൽത്ത് കാർഡ് ഇല്ലായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയപ്പോ ഇനി ഹെൽത്ത് കാർഡ് ഇങ്ങനെ അപ്ലൈ ചെയ്യാനൊന്നും ഉള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ഞങ്ങൾ വർക്ക് പെർമിറ്റിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇന്നിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് അശ്വിൻ എന്ന് പറയുന്ന ഒരു മോനുണ്ട്. അശ്വിൻ പറഞ്ഞു, ചേട്ടായി ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി, ചിലപ്പോൾ ഹെൽത്ത് കാർഡ് കിട്ടും. അപ്പോ ഞങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഹെൽത്ത് കാർഡ് കിട്ടാൻ, വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് ആർക്കും ഹെൽത്ത് കാർഡ് കിട്ടത്തില്ല. ഇന്നത്ര ഒരു വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് നിയമങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടായി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമങ്ങൾ നമുക്ക് വേണ്ടി ഈ കാനഡയിൽ കർത്താവ് ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. കാരണം നമ്മൾ ദൈവ മക്കളാകിയാൽ കർത്താവ് സകലതും നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ഇതിനകത്ത് വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങൾ, ഈ 2020 എന്റേതാ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനെ കല്യാണി അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി റെഡിയായി. അപ്പം അങ്ങനെ റെഡിയായിട്ട് നമുക്ക് വേണ്ടി ചില ഓഫീസുകൾ ഈ ദിവസങ്ങളിൽ തുറക്കും. ഞാൻ പറയട്ടെ, ഓഫീസിൽ ചില പേപ്പറുകൾ നീങ്ങേണ്ടിയവർക്കോട് ഞാൻ പറയാം, ഇന്ന് ചില ദിവസങ്ങൾ നമുക്ക് വേണ്ടി ഓഫീസുകൾ തുറക്കും. സർവീസ് ഉണ്ടാരിയോ ഞങ്ങളിവിടെ ഓപ്പൺ അല്ലായിരുന്നു, എല്ലാം ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി വെച്ചു. പോകാൻ നേരത്ത് ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ അശ്വിൻ തന്നെ പറഞ്ഞു, ചേട്ടാ ഈ നാളെ ഒരു ദിവസം, അതായത് ഇന്നലെ ഫ്രൈഡേ സർവീസ് ഉണ്ടാരി ഓപ്പൺ ആണ്, അവിടെ പോയി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് ഇത്രയും ദിവസം എല്ലാം ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഫ്രൈഡേ സർവീസ് ഉണ്ടാരിയോ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു. ഹല്ലേലൂയ. രാവിലെ ചെന്നു ക്യൂ നിൽക്കുമ്പോൾ ഒന്നും പ്രതീക്ഷയില്ല. പക്ഷെ ഉള്ളില് ഇന്ന് ജെബിബ്രാൻ പറയായിരുന്നു, നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കല്യാണി ക്യൂവിൽ പോയി നിന്നു. ഞാൻ കാറിനകത്തിരുന്ന് ഫോണിൽ നോക്കുകയാണെങ്കിൽ എന്റെ ഉള്ളിലെ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുക കർത്താവിനോട്.
കർത്താവ് തന്നതിനായി സ്തോത്രം. അന്യഭാഷ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. എനിക്ക് തന്നെ അറിയത്തില്ല, കുറെ സമയം കഴിഞ്ഞിട്ട് ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക. പക്ഷെ ക്യൂ നിന്നു. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് തന്നു 10:30 ഞങ്ങളൊരു 7:30 എത്തിയതാണ്. രാവിലെ മോർണിംഗ് 7:30 എത്തി. 7:30 എത്തിയിട്ട് 9 o'clock ആയപ്പോഴാണ് 10:30 അപ്പോയിന്റ്മെന്റ് തന്നു. അതിന് കയറി 10:30 ചെന്നു. അവിടെ ചെന്ന് ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് പേപ്പർ സബ്മിറ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും 6 മാസം എടുക്കും ഹെൽത്ത് കാർഡ് കിട്ടാൻ വേണ്ടി. ഹെൽത്ത് കാർഡ് കിട്ടിയവർക്കൊക്കെ അറിയാമായിരിക്കാം. 6 മാസം എടുക്കും ഹെൽത്ത് കാർഡ് കിട്ടാൻ വേണ്ടി. അവര് ഞങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ, ഈ വരുന്ന ദിവസത്തിനുള്ളിൽ ഹെൽത്ത് കാർഡ് കൈ കിട്ടും. അതിനു മുമ്പേ അവർ പറഞ്ഞു, അവരൊരു സ്ലിപ്പ് തന്നു, ഇനി അത് വെച്ച് മെഡിക്കൽ ആവശ്യങ്ങളൊക്കെ ഈ സ്ലിപ്പ് വെച്ച് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അത്ഭുതം കർത്താവ് ഈ ലോക്ക്ഡൌൺ കാലത്ത് കർത്താവ് ചെയ്തു. ഹല്ലേലൂയ. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ലെറ്ററിന്റെ ഡേറ്റ് പഴയ ഡേറ്റ് ആയിരുന്നു. അപ്പൊ ഈ സമയത്ത് കല്യാണിയുടെ ഓഫീസ് എല്ലാം ക്ലോസ് ചെയ്തേക്കാം, നമുക്ക് എക്സ്പീരിയൻസ് ലെറ്റർ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതിന്റെ ഡേറ്റ് പഴയ ഡേറ്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു, പഴയ ഡേറ്റ് വെച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ നോക്കിയതില്ല, കർത്താവ് അതൊക്കെ മറച്ചു. അവർ ജസ്റ്റ് ആ പേപ്പർ മാത്രം നോക്കിയേ ഉള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരൊക്കെ ഉണ്ട്, നിങ്ങൾ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരുണ്ട് എന്നെ കേൾക്കുന്നത്. നിങ്ങളുടെ ഡേറ്റ് ഒന്നുമല്ല കർത്താവിന് വിഷയം. കർത്താവ് അത് മറച്ചു പിടിച്ചിട്ട് കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഈ 2020 എല്ലാം ഇതിനകത്ത് ഈ 2020 ഇങ്ങനെ ആയല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, 2020 ഇങ്ങനെയല്ല. കർത്താവ് ചിലത് പുതിയത് ഉണ്ടാക്കാൻ പോവുക, കർത്താവ് ചിലത് പുതിയത് തരാൻ പോവുക എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് കേട്ട വചനത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. ഇവരെ ശരിക്കും എന്റെ ഹൃദയം ഇങ്ങനെ പിടയ്ക്കുക. കാരണം ദൈവവചനത്തിന്റെ ശ്വാസം എന്താ പറയാ, ഒരു ജീവന്റെ വചനം ഇങ്ങനെ ഊതി ഒരാളിലേക്ക് ഊതുമ്പോ എന്നാണോ ആ ഒരാൾ മരിച്ചിടത്തുനിന്ന് എഴുന്നേറ്റ് വരുന്ന പോലെ ആ വചനം ഇങ്ങോട്ട് വരുമ്പോൾ അതുപോലെ എഴുന്നേറ്റ് വരുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് വീടിനകത്തിരിക്കുന്നതും ഇന്ന് എന്താ പറയുക, ഉള്ളിൽ നിന്ന് നിറഞ്ഞ് എന്തോ ഒരു പുതിയ ഒരു മനുഷ്യനെ എഴുന്നേറ്റ് വരുന്ന പോലെ ഈ വചനം കേട്ടോണ്ടിരുന്നത്. ഞാൻ പറയട്ടെ, ഇന്ന് കേട്ട മുഴുവൻ വചനം ദൈവത്തിന്റെ ശ്വാസമാണ്. ഞാൻ പറയട്ടെ, മരിച്ചിരിക്കുന്ന അവസ്ഥക്കകത്ത് ചുമ്മാ പോയി പറ, എഴുന്നേറ്റ് വരാൻ പറ, എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഇനി പുതിയ എന്തെങ്കിലും ആണോ നിങ്ങൾക്ക് വേണ്ടത്? ബിസിനസ് ആണോ വേണ്ടത്? ചുമ്മാ പോയി പറ, എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഇന്ന് കേട്ട മുഴുവൻ വചനവും അത് തന്നെയാ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 2020 കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ വർഷം. 2020 ഒരു നിരാശയും വേണ്ട. കർത്താവ് പുതിയത് തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചു പറഞ്ഞു, നമുക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല. നിത്യജീവൻ എന്ന് പറഞ്ഞ എക്സ്പയറി ഡേറ്റ് മാറ്റിയെന്ന് അർത്ഥം. എറ്റേണൽ ലൈഫ്, എക്സ്പയറി ഡേറ്റ് ഇല്ല നമുക്ക്. എവർ ലാസ്റ്റിംഗ് നമ്മുടെ ലൈഫും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ പ്ലാൻസും എവർ ലാസ്റ്റിംഗിലേക്ക് പൊക്കോണ്ടിരിക്കുക. എക്സ്പയറി ഉള്ളത് ലോകത്തിനും മരുന്നിനും ഒക്കെ എക്സ്പയറി ഉള്ളത് നമുക്ക് ഇല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കൊരു പുതിയ ലോട്ട് നമ്പർ ഇട്ട് വിട്ടിരിക്കുക, എക്സ്പയറി ഇല്ലാത്തൊരു പുതിയ പ്രോഡക്റ്റ്. ക്രിസ്തുവിനെ അറിഞ്ഞതോടുകൂടി എക്സ്പയറിയുടെ മാറ്റിയിട്ട സംഗതി ഒരു പുതിയ ലോട്ട് നമ്പർ ഇട്ട് പുതിയ ബാച്ച് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാക്കി വിട്ടിരിക്കുക. അതാ നമ്മൾ. താങ്ക് യു ജീസസ്. ഇന്നത് പറയുമ്പോൾ നമുക്ക് ഓരോന്നും ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ. ഇപ്പൊ നോക്കി, അവർ ആദ്യം പോകുമ്പോൾ സ്റ്റാൻഡേർഡ് ഉള്ളിലുണ്ട്. എന്താ ജഡം പറയുക എക്സ്പയർ ചെയ്യുക, പക്ഷെ അകത്തെ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുക നടക്കാൻ പോകുന്നത് വേറെ. കർത്താവ് എന്റെ ആവശ്യം ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് യെസ് ആൻഡ് ആമേൻ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇറ്റ്സ് യെസ് ആൻഡ് ആമേൻ. അകത്തെ മനുഷ്യൻ നല്ലതേ പറയത്തുള്ളൂ, അവൻ എക്സ്പയറി ഇല്ല. അവനകത്തുനിന്നും മർമ്മങ്ങളെ, അതാ പറയുന്നത്, അന്യഭാഷയിൽ ആരാധിച്ചിട്ട് എന്താ സംഭവിക്കുന്നത്, അവിടെ മർമ്മങ്ങളെ സംസാരിച്ചുകൊണ്ട് അൺസീനകത്തെ ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നു. ഇത് വിശ്വസിക്കണമെങ്കിൽ എന്താ വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് പറ്റത്തില്ല. ലോജിക്കും എന്താ പറയുന്നത്, നമ്മുടെ ടെക്നിക്കൽ ബുദ്ധി ഒന്നും ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പായി. സീലിംഗ് ഇറ്റ്, അതിനെ നമ്മളവിടെ ലിമിറ്റ് ചെയ്യുക. പക്ഷെ ഒന്ന് വിട്ടുകൊടുത്ത് ശിശുവിനെ പോലെ ഒന്ന് വിശ്വസിച്ച് നോക്കിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യുന്നത് കാണാം. ബിക്കോസ് യു ആർ ആക്സസിങ് അനദർ വേൾഡ്. അതിന്റെ താക്കോലിട്ട് തുറന്നു കഴിയുമ്പം നമ്മൾ തന്നെ we will be awe-stricken. വാ തുറന്നിങ്ങനെ നിൽക്കും നമ്മൾ. ഹല്ലേലൂയ. ഈ സാക്ഷ്യം അടുത്ത സാക്ഷ്യങ്ങളിലേക്ക് കയറാൻ പോവാ. ഞാൻ റിലാക്സ് ചെയ്യാൻ പോവാ. സാക്ഷ്യങ്ങൾ കേട്ട് റിലാക്സ് ചെയ്യാം. ബിക്കോസ് it is too heavy. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വിനു ബ്രദറെ, ഇന്ന് കുടുംബത്തിൽ നിന്ന് ചടപടാന്ന സാക്ഷ്യങ്ങൾ വരുന്നു. അടുത്തത് വരട്ടെ. വിനു ബ്രദർ ആദ്യം ഷെയർ ചെയ്യും. ആ ക്യാമറ കുറച്ചുകൂടെ അടുത്ത് വെക്കാമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ വിനു ബ്രദർ ഫ്രണ്ടിലോട്ട് വന്നാലും മതി. ഓക്കെ. മല മുഹമ്മദിന്റെ അടുക്കലേക്ക് പോവാ. നടക്കട്ടെ. എല്ലാ മഹത്വം എന്റെ അപ്പന്. ജോലിയുടെ ഒരു സാക്ഷ്യമാണ്. ഞാൻ ഇതിനു മുമ്പും ജോലിയുടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്.
അപ്പോടെക്സിൽ വർക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഞാൻ അപ്പോടെക്സ് ജോലി എനിക്ക് തന്നത് തന്നെ ദൈവമാണ്. കാര്യം ഫാർമസ്യൂട്ടിക്കലിന്റെ യാതൊരു വിദ്യാഭ്യാസവും അതിന്റെ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്. അത് ദൈവം തന്ന ജോലിയാണ്. ഞാൻ അപ്പോടെക്സ് കയറി 2 വർഷത്തോളം ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വർക്ക് ചെയ്തു. അതായത് ഒന്നും അറിഞ്ഞുകൂടാതെ തുടങ്ങി 2 വർഷം കൊണ്ട് അവിടെ ഒരുവിധം എല്ലാം പഠിച്ചു. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള സകല കാര്യങ്ങളും ഞാൻ പഠിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഞാൻ എത്തുകയായിരുന്നു. അപ്പോഴേക്കാണ് അവിടെ ഒരു ചെറിയ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിന് വലിയ ലാഭം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ പ്രോഡക്റ്റ് ഒരു തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് പ്രോഡക്റ്റ് മാത്രം, കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കി അതിനും 6 പേര് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ ബാച്ചിൽ നിന്ന് 2 പേരെ മാത്രം മാറ്റി ബാക്കിയുള്ളവരെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു. മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അത് വേറൊരു ഒരു സ്ഥലത്തേക്ക് മാറ്റി. പക്ഷെ അത് എനിക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. കാര്യം വീണ്ടും ഒന്നേന്ന് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് വെച്ചുകൊണ്ട് അതൊരു വല്ലാത്തൊരു ജോലി തന്നെ മതിയാക്കണമെന്ന് വിചാരിച്ച് പോവുമായിരുന്നു. അവിടെ നിന്ന് വീണ്ടും ഞാൻ ബ്രദർ ഒരു തവണ ഒരു വചനം എടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു, റോട്ട് അയൺ പോലെ നിൽക്കുന്ന കാര്യങ്ങൾ ദൈവം വിശ്വസിക്കുന്നവർക്ക് അത് വളഞ്ഞു വരും. ആ ഒരു സാക്ഷി അതൊരു വചനം ഞാൻ ഏറ്റെടുത്ത്. പക്ഷെ അന്ന് എനിക്ക് ആ നിന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, അതിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വീണ്ടും എനിക്ക് മാറ്റം കിട്ടി. അവിടെ കുഴപ്പമില്ലായിരുന്നു ഒരുവിധം. എന്നാലും അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓരോ ആഴ്ചയിലും ഓരോ പ്രോഡക്റ്റാണ് ചെയ്യേണ്ടത്. അതനുസരിച്ച് എൻ്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറൊക്കെ അത് മനസ്സിലാക്കി ചെയ്യാന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്യാൻസൽ ചെയ്ത പ്രോഡക്റ്റ് വീണ്ടും ഒന്നുകൂടെ ഒരു മീറ്റിംഗ് എടുത്തിട്ട് മീറ്റിംഗ് വന്ന്, അതായത് ഇതിന് വീണ്ടും തുടങ്ങാൻ പോകുന്നു പറഞ്ഞു, ഒരിക്കൽ കൂടെ തുടങ്ങുന്നു പറഞ്ഞു. കാര്യം അതിന് മുമ്പ് ഞാൻ ഈ പഴയ ഡിപ്പാർട്ട്മെന്റ് മുമ്പിൽ കൂടെ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഈ മിഷനൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് മനസ്സിനൊരു വിഷമം. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഇത് തുറക്കണം, ഇവിടെ നിന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്യും, യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്യുമെന്ന് പറയും. പല പ്രാവശ്യം അവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ 1 മാസം മുമ്പ് വീണ്ടും അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായി. അതിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ പഴയ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും തുറക്കുകയാണ്, നമുക്കത് നമ്മളുടെ ഈ മരുന്നിന് പകരമായിട്ട് US ആയിരുന്നു മെയിൻ മാർക്കറ്റ്, അവിടെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ടാബ്ലറ്റ് FDA അത് നിരോധിച്ചു. അത് കാരണം ഇതിന് വീണ്ടും നമുക്ക് മാർക്കറ്റ് ഉണ്ടായി. നമ്മൾ വീണ്ടും ഈ ഡിപ്പാർട്ട്മെന്റ് തുറക്കുകയാണെന്ന് പറയും. എനിക്ക് വീണ്ടും പഴയ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ തന്നു. സന്തോഷത്തോടെ ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്യാണ്. എല്ലാ മഹത്വം ആത്മനെ. അതുപോലെ തന്നെ തുടങ്ങിയപ്പോൾ ഒരു 2 ആഴ്ചയാവുന്ന അവിടെ കയറിയിട്ട് അതിനിടയ്ക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഒരു ദിവസം ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സീനിയറായ 2 പട്ടേലന്മാരാ. അവര് എന്റെ ഒരു ചെറിയ നിസ്സാരമായ ഒരു പിഴവ് കൊണ്ട് ഒരു പ്രോഡക്റ്റ് അവർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതായത് ഒരു 10-40 കിലോ പൗഡർ ഒരു ദിവസം ഞാൻ ഒരു ശകല ഒരു അശ്രദ്ധ കൊണ്ട് ഒരു ചെറിയ മറ്റൊരു 55,000 പ്രോഡക്റ്റ് ആണ് നഷ്ടമാകുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ബ്രേക്കിന് ഞാൻ പോയിരുന്നു, പ്രാർത്ഥിച്ചു ഇത് എങ്ങനെയെങ്കിലും പാസ്സായി കിട്ടിയ പറ്റും. അങ്ങനെ 2 പട്ടേലന്മാരും എന്നെ സഹായിക്കുന്നില്ല. അങ്ങനെ ഞാൻ വേറെ ഒരു സീനിയർ ടെക്നീഷ്യൻ എടുത്ത് പോയി, ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തന്നേ പറ്റത്തുള്ളൂ, ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി വന്ന് പരിശോധിച്ചിട്ട് പുള്ളി നേരെ സൂപ്പർവൈസറുടെ അടുത്ത് പോയി അത് എന്ത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് സൂപ്പർവൈസറെ കൺവിൻസ് ചെയ്യിച്ച് ആ പ്രോഡക്റ്റ് പാസ്സാക്കി. എല്ലാ മഹത്വം അപ്പനെ. ഇങ്ങനെ സാക്ഷ്യം. പട്ടേല് സഹായിച്ചില്ലെങ്കിൽ നമുക്ക് ഡൽഹി മാത്രമല്ല മുകളിലും കൊണ്ട് പിടിയെന്ന് പറഞ്ഞാൽ മതി. മനുഷ്യരിലല്ല നമ്മൾ ആശ്രയിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇരിക്കുന്ന ജോലിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മനുഷ്യനെ നോക്കി ഭയപ്പെടരുത്. ഇരുത്തിയിരിക്കുന്നത് കർത്താവാണെങ്കിൽ ഹല്ലേലൂയ, നമുക്കെതിരായിട്ട് ഒന്നിനും നിൽക്കാൻ സാധിക്കത്തില്ല നിശ്ചയം. താങ്ക് യു ജീസസ്. അടഞ്ഞു കിടക്കുന്നതിനെ നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറക്കാൻ മറ്റുള്ള കോമ്പറ്റീറ്ററിന്റെ പ്രോഡക്റ്റോട് ക്യാൻസൽ ആയി പോയി. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ ആഗ്രഹിച്ചാൽ മതി, കർത്താവിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ പോകുന്ന വഴിക്ക് അടഞ്ഞു കിടക്കുന്നതിനെ നോക്കി പ്രാർത്ഥിക്കണം. അത് നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കത്തില്ല, പക്ഷെ നടക്കുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചു നോക്കിയ കർത്താവ് ചെയ്യും അത്. ഹല്ലേലൂയ. അടുത്ത ആളെവിടെ? മോള് ഉറങ്ങുവാ, ഞാൻ പറയാം. ഓക്കെ പറഞ്ഞു. ആദ്യമായിട്ട് ഒരു പ്രോക്സി സാക്ഷ്യം കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ മഹത്വം എന്റെ അപ്പന്. എല്ലാവർക്കും അറിയാം,
എന്റെ കസിൻ ജനുവരി ലാസ്റ്റില് നാട്ടിൽ നിന്ന് വന്നു. നാട്ടിൽ IT-യിലായിരുന്നു, സിട്രിക്സിന്റെ മെയിൻ ഇതായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ നിന്ന് വന്നു നമ്മുടെ ചർച്ചിലൊക്കെ വരുമായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ കുറെ ഡിപ്രഷൻ പോലൊക്കെ തോന്നി. അപ്പൊ നമ്മൾ ഇവിടെ എപ്പോഴും പറയും, വീട്ടിൽ പറയും കർത്താവ് ഉയർച്ച തന്നെയാണ്, നമ്മൾ എപ്പോഴും പറയണം ജയാളിയാണ്, ഉയർച്ച തന്നെ പ്രാപിക്കും. പക്ഷെ അവർക്ക് ഇതൊക്കെ ഒരു ന്യൂ ആണെങ്കിലും നെഗറ്റീവ് പറയരുതെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പല ജോലി അപ്ലൈ ചെയ്തു, പല ഇന്റർവ്യൂസ് വന്നു. അവനോട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറയും, പഠിക്കും, ഇരുന്ന് ഇന്റർവ്യൂ എടുക്കും. പക്ഷെ കനേഡിയൻ എക്സ്പീരിയൻസ് ഇല്ല. ചിലതൊക്കെ വരുന്നത് ബ്രിട്ടീഷ് കൊളംബിയ, ക്യൂബക്. അപ്പൊ പോവാൻ പറ്റില്ല, മോളുള്ളതുകൊണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പിന്നെ ഹോം ഡിപ്പോ അങ്ങനെയുള്ള പല കടകളിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അവിടെ എടുക്കുന്നില്ല. അപ്പം ആകെ ഡിപ്രസ്ഡ് ആയി, വിഷമം വന്ന ഒരു മാർച്ച് 27 ഞങ്ങള് പോയി ആമസോണിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ തങ്കപ്പന്റെ മെസ്സേജ് കേട്ടോണ്ട് തിരിച്ചു വരുമായിരുന്നു. വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേ ഞങ്ങൾ പറഞ്ഞു, ഒന്ന് പോയി പ്രാർത്ഥിക്കും. ഒന്നുമില്ല, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ സംസാരിച്ചാൽ മതി, എന്തേന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ വന്നു, പ്രാർത്ഥിച്ചപ്പോ അവൻ പെട്ടെന്ന് തിരിച്ചു കയറി പറഞ്ഞു, ചേച്ചി എനിക്ക് വല്ലാതെ തോന്നി, എന്റെ വരും ദിവസങ്ങളിൽ എന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വേർഡ് വന്നു. ചേച്ചി അതെന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, കർത്താവ് സംസാരിച്ച. പിന്നെയും ഒന്നും നടക്കണില്ല. ആമസോൺ വന്നു, നൈറ്റ് ഷിഫ്റ്റ് എടുത്തു. നൈറ്റ് ഷിഫ്റ്റ് എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മോളെ നോക്കണം, നിനക്ക് ക്ലാസ് ഉണ്ട്. അങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് എടുത്തു. നൈറ്റ് ഷിഫ്റ്റിന് പോയി പാടുപെട്ട് ജോലി ചെയ്ത് വരുന്നതും അവിടെ ഭയങ്കര റേറ്റിങ്ങും നോക്കിയൊക്കെ ചെയ്യുന്നു. എന്നും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ മീറ്റിങ്ങിന് ഇരിക്കുമ്പോഴും ചിലപ്പോൾ ഇരിക്കാൻ പറ്റില്ല. ലാസ്റ്റ് വീക്കില് ഇവൻ ക്ഷീണിച്ച് ഇങ്ങനെ കഴിഞ്ഞു വന്ന് ഫ്രൈഡേയുടെ ഇത് കഴിഞ്ഞ് ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, കാരണം നീ അറ്റൻഡ് ചെയ്യേണ്ട, കഴിച്ചിട്ട് പോയി കിടന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മേളിലോട്ട് കയറിപ്പോയപ്പോ പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കർത്താവ് സംസാരിച്ചു, അവന്റെ അനുഗ്രഹത്തിന്റെ വാതിലാണ് ഞാൻ അടച്ചിരുന്നു. അപ്പൊ ഞാൻ താഴെ ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു, നിനക്ക് പറ്റുന്നിടത്തോളം നീ ഇരുന്ന് ആരാധന കൂടിയിട്ട് ഉറക്കം വരുവാണെങ്കിൽ കഴിച്ചിട്ട് കിടന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വന്ന് ആരാധിച്ചപ്പോഴത്തേക്ക് ശരിക്കും ബ്രദർ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ രാവിലെ തങ്കപ്പന്റെ കേൾക്കുന്നു എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ആരാധിച്ചപ്പോ സൂപ്പർ നാച്ചുറൽ വഴികൾ തുറക്കും എന്നുള്ളത് പ്രാർത്ഥിച്ച് എടുത്തു കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോ കണ്ണിനില്ല. അപ്പം ഞാൻ അത് പിടിച്ച് പ്രാർത്ഥിച്ച് മേളിൽ വന്നപ്പോ അവൻ ഉണ്ടായിരുന്നു. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നമ്മൾ മേളിൽ ചെന്നപ്പോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മോനെ സൂപ്പർ നാച്ചുറൽ വഴികൾ തുറക്കും, നീ ഇത് ഏറ്റെടുക്കുന്നത്. അപ്പൊ അവൻ അറിയില്ല അതെങ്ങനെ ഏറ്റെടുക്കും. അപ്പൊ ഞാൻ മോനെ ആമേൻ പറയാം, അപ്പോഴാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ അവൻ ആമേൻ പറഞ്ഞു, ഏറ്റെടുക്കും. അത് അവിടെ അങ്ങനെ അങ്ങ് തീർന്നു. സാറ്റർഡേ സൺഡേ കഴിഞ്ഞു. മൺഡേ ആയപ്പോഴത്തേക്ക് ഒരു കോള്. അവന് കാനഡയിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് മുന്നേ ഇന്റർവ്യൂ വെച്ചിരുന്ന ഒരു കാര്യം, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തതാണ്. അതും സിട്രിക്സ് തന്നെ, സ്വന്തം ഫീൽഡിലേക്കുള്ളത്. കൺസൾട്ടന്റ് ആയിട്ട് 6 months കോൺട്രാക്ട് ജോബാന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, IT കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് പിറ്റേന്ന് ഒരു ഓഫറെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ട് വെർബലി അക്സെപ്റ്റ് ചെയ്ത് പേപ്പർ അയച്ചു. പിറ്റേന്ന് പേപ്പർ അയച്ചു തന്നപ്പോഴത്തേക്ക് കുറെ വെണ്ടർ ക്വസ്റ്റ്യൻസ്. ഇതെങ്ങനെ ചെയ്യണോ ഞാനും കണ്ടിട്ടില്ല, തേർഡ് പാർട്ടി വെണ്ടറിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊന്നും നമുക്കറിയില്ല, അവർക്ക് സിൻ വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒന്ന് ഇമെയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേണ്ടിയും ചോദിക്കേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവനൊരു കോള് അന്നേരം അവിടുത്തെ CEO വിളിച്ചിട്ട് പറഞ്ഞു, പുതിയതാണല്ലേ, യു ഹാവ് 2 ഓപ്ഷൻസ്, ഒന്നെങ്കിൽ കോൺട്രാക്ട് എടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫുൾ ടൈം പൊസിഷൻ എടുക്കുക. അങ്ങനെ കർത്താവ് സിട്രിക്സിന്റെ ഫുൾ ടൈം പൊസിഷൻ മിസിസാഗ ഓഫീസില് IT ഫീൽഡിൽ അവൻ എന്ത് നാട്ടിൽ ചെയ്തിരുന്നോ അത് തന്നെ അതിന്റെ കൂടെ ഇതിനകത്ത് സിട്രിക്സിന്റെ എല്ലാ സർട്ടിഫിക്കേഷൻ എടുക്കാൻ, അവരുടെ കമ്പനി വഴി എടുക്കാൻ, അത് ഇവിടെ ഇരുന്ന് പൈസ അടച്ച് ഓരോന്നും എടുക്കാനായിട്ട് എങ്ങനെ എടുക്കും ചേച്ചിയും ചോദിച്ചത്. ഫസ്റ്റ് ഫേസിൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നും മിസിസാഗ ഓഫീസിലേക്കും എല്ലാം അപ്പൻ ഒരുക്കി കൊടുത്തു. അമ്മേ എല്ലാം മുഖത്തും എന്റെ അപ്പന്. അതും വർക്ക് ഫ്രം ഹോം, റിമോട്ട്ലി. നോക്കിയേ, ജോലി ബാക്കി എല്ലാവരും പറയുന്നത് ജോലി ഇല്ല, ജോലി പൊക്കോണ്ടിരിക്കാന്ന് പറയുന്നത്. പക്ഷെ കർത്താവിന്റെ മക്കൾക്ക് ആവശ്യം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി തുറക്കും, തന്നെ അത് വന്നിരിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുക. കാരണം ഇത് ഓർമ്മിപ്പിക്കേണ്ടത് ദാറ്റ്സ് മൈ ഡ്യൂട്ടി. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണണം, നമ്മൾ ഐഫോണിന്റെ കാൽക്കുലേറ്റർ ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും മനസ്സിൽ അതുണ്ടാവണം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയരുത്. We are just using that single function. There are thousands and thousands of other things which we can do with this facility or this faculty which is in us. ഈ അകത്തിരിക്കുന്ന കർത്താവ് എന്ന് പറയുന്ന നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ആ ഒരു
ആ ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് കൊണ്ട് നമ്മൾ ഒന്നും ആയിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ചെറി ഓൺ ദ ടോപ്പ്. അതിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊന്നും ആയിട്ടില്ല, ഇതൊന്നും അല്ല. ഞാൻ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് മാറ്റി കളഞ്ഞു കർത്താവ്. നിത്യ ജീവൻ വരെയുള്ള എന്റെ കാര്യങ്ങളിൽ മുഴുവൻ അവൻ ഇടപെട്ട് അവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയും ഫ്രീ, ഐ ആം ടോട്ടലി ഫ്രീ. ഹല്ലേലൂയ! എത്ര സന്തോഷമുണ്ട്. ഇത്രയും നമ്മളിപ്പോ 3 സാക്ഷ്യങ്ങൾ ഓരോരുത്തരെ നിൽക്കുമ്പോൾ ഏതെല്ലാം ഡയമെൻഷനിലാണ് കർത്താവ് വർക്ക് ചെയ്തത്. ഹല്ലേലൂയ! ഞാൻ എന്റെ ജീവിതത്തിൽ നടന്ന 2 കാര്യങ്ങൾ കൂടെ പറയാം. ഞാൻ ചിലർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. എന്റെ ആദ്യം ഉണ്ടായിരുന്ന എന്റെ ബോസ്, വി വെയർ ഇൻ എ വെരി ഗുഡ് റിലേഷൻഷിപ്പ്. എന്റെ ഡയറക്ടർ ആയിരുന്ന ആളുണ്ട്, എന്നെ എടുത്തത് അവർ തന്നെയാണ്. സോ എനിക്ക് വളരെ എന്താ പറയുന്നത് ഒത്തിരി ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു. ഞാനൊരു എസ്പെഷ്യലി ഞാൻ മാത്രമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ചില പോർട്ട്ഫോളിയോസ് ആണ് എന്റെ കയ്യിലുള്ളത് എന്റെ ജോലിയിൽ. സോ പെട്ടെന്ന് കഴിഞ്ഞ 2 വർഷം മുമ്പേ അവര് പെട്ടെന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പ്രൊമോഷനോട് കൂടി പുള്ളിക്കാരി അവിടെ നിന്ന് മൂവ് ചെയ്തു. അപ്പം അവരൊരു ചേഞ്ചിന് വേണ്ടി അങ്ങോട്ടങ്ങ് പോയി. കാരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ജോബ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ചാലഞ്ചിങ്. അപ്പം ഷീ വാണ്ട്സ് ടു റിലാക്സ് അ ലിറ്റിൽ ബിറ്റ്. അപ്പൊ അതുകൊണ്ട് അവർ പോയി. അപ്പം എനിക്കത് വാസ്തവത്തിൽ പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ലോസ് ആയിരുന്നു. കാരണം വി വർ ഹാവിങ് എ വെരി ഗുഡ് ട്യൂണിങ്. ഒരു എന്താ പറയുന്നത്, വി വർ ഇൻ എ സിങ്ക്. നല്ല അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പോകുന്ന അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. ഞാൻ പല കാര്യങ്ങളും ഫ്രീ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓഫീസിൽ നിന്ന് ഞാൻ മെസ്സേജ് കേട്ടോണ്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ. എപ്പോഴും ഒന്നിൽ ബൈബിൾ റീഡ് ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ മെസ്സേജസ് കേട്ടോണ്ടിരിക്കും. ഇത് കേട്ടോണ്ടാണ് ഞാൻ എപ്പോഴും ജോലി ചെയ്യുന്നത്. അപ്പൊ പുതിയതായിട്ട് ഒരാളവിടെ വന്നു. അപ്പം എന്റെ ബോസായിട്ട് പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ വേറൊരാളാണ്. അപ്പൊ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഷീസ് ടോട്ടലി ഡിഫറെന്റ്. അപ്പം എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളതും കാര്യം, അത് നമ്മളൊരു പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയർ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം, എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബിക്കോസ് ദാറ്റ് ഷോസ് ദ ഇൻഎബിലിറ്റി ഓഫ് ദ മാനേജർ. അപ്പം അതിന്റെ ഒരു എക്സ്റ്റെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങി. പല കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി. മെസ്സേജ് കേൾക്കാൻ പറ്റില്ല, ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഷീസ് എന്താ പറയുന്നത്, നമ്മളെങ്ങനെ ഓരോ കാര്യങ്ങളിലും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. കാര്യം ഷീ ഡസന്റ് നോ എനിത്തിങ് അബൌട്ട് വാട്ട് ഐ ആം ഡൂയിങ്. പക്ഷെ ഞാനാണ് അതിന്റെ ഫൈനൽ വേർഡ്. ബട്ട് സ്റ്റിൽ ഷീ വാണ്ട്സ് ടു ഇന്റർഫിയർ ഇൻ സോ മെനി തിങ്സ്. അപ്പം നമുക്കൊരു ഡിസ്കംഫർട്ട്. അപ്പൊ ഞാനത് ഫീൽ ചെയ്ത് ഞാൻ വിചാരിച്ചു, കർത്താവ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദാറ്റ്സ് വാട്ട് വി ലേൺഡ്. നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, സൂക്ഷിച്ച് വേണം അനുഗ്രഹിക്കാൻ. ഞാൻ അത് ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 2 ആഴ്ച മുമ്പേ തങ്കു ബ്രദർ ഇതേ വാക്ക് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ സൂക്ഷിച്ച് അനുഗ്രഹിക്കണം. ഓർക്കുന്നുണ്ടോ? എനിക്കൊന്ന് 2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു എപ്പോഴും പറഞ്ഞു. ഇതുപോലെ തന്നെ നീ അനുഗ്രഹിക്കുമ്പോൾ നീ സൂക്ഷിച്ചായിരിക്കണം അനുഗ്രഹിക്കേണ്ടത്. യു ഡിസേൺ ഇറ്റ്. കർത്താവ് അന്ന് മുതൽ കുറച്ച് ഈ ഉപദ്രവങ്ങൾ വളരെ ജനുവരി മുതൽ, അതെ, ഈ ജനുവരി മുതലാണ് അത് അങ്ങനെ ആ ഒരു ലെവലിൽ കർത്താവ് പറഞ്ഞു യു ഡിസേൺ ഇറ്റ്. അത് അതിനെ ഡിസേൺ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ സ്പിരിച്വലി കർത്താവിന്റെ കൂടെ നിന്ന് ഞാൻ ഡിസേൺ ചെയ്യാൻ തുടങ്ങി. ഇവരിങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അന്യഭാഷയിൽ കർത്താവിനോട് ചോദിക്കും, എന്താണ് ഈ അകത്തെ മനുഷ്യന്റെ, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ സ്പിരിച്വൽ സീക്രട്ട് ആയി പറഞ്ഞിരുന്നു. അകത്തെ മനുഷ്യൻ ഇവരെ ഡിസേൺ ചെയ്യാൻ തുടങ്ങി. ചെയ്തപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇറ്റ് ഈസ് ആൻ ഈവിൾ സ്പിരിറ്റ്. നിന്നെ ഉപദ്രവിക്കാൻ നീ ചുറ്റും നോക്കിക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ ശരിയാണ്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന വേറെ 2 വിശ്വാസികൾ കൂടെ. അവര് വേറെ 2 ടോട്ടലി ഡിഫറെന്റ് ജോലിയാണ് ചെയ്യുന്നത്. പക്ഷെ ആ 2 പേർക്ക് ഇതേ ഉപദ്രവമുണ്ട്. ഈ ആളിൽ നിന്ന് തന്നെ അതേ ഉപദ്രവം. കർത്താവ് എന്നോട് പറഞ്ഞു, നീ നോക്ക് ആരെയായി ഇവർ ഉപദ്രവിക്കുന്നത്. ഇവർ ഉപദ്രവിക്കുന്നത് കർത്താവിനെ അറിയുന്നവരെ മാത്രമാണ്. So now you have to take authority. നീ ബ്ലസ് ചെയ്യാനല്ല. ബിക്കോസ് ഒരു ഈവിൾ സ്പിരിറ്റ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം യു ഷുഡ് നോട്ട് ബ്ലസ് ഇറ്റ്. അവിടെ നിനക്ക് ഞാൻ അധികാരം തന്നിട്ടുണ്ട്. ഞാൻ അന്നേരം കർത്താവിനോട് സംശയം ചോദിച്ചു, കർത്താവ് അപ്പൊ അത് ഞാൻ മാനിപ്പുലേറ്റീവ് പ്രയർ അല്ലേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, സി വി ഹാവ് ഫ്രീഡം ടു ആസ്ക് ജീസസ്. ആ ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് ചോദിക്കണം. കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് ഞാനപ്പോ അത് മാനിപ്പുലേറ്റീവ് പ്രയർ അല്ലേ ചെയ്യുന്നത്? അവരെ ഞാൻ ശാസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നീ മാനിപ്പുലേഷൻ അല്ല ചെയ്യുന്നത്. നീ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഈവിൾ സ്പിരിറ്റിന്റെ മേൾ നിനക്ക് തന്നിരിക്കുന്ന അധികാരം നീ ഉപയോഗിക്കുക.
സോ നീ അവരെ ഉപദ്രവിക്കുകയല്ല ചെയ്യുന്നത്, നീ ആ ഈവിൾ സ്പിരിറ്റിനെ നീ നീ അതിനെതിരായിട്ട് നിൽക്കുക ചെയ്യുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞു, നീ നീ തന്നെ എഴുന്നേറ്റ് നീ പറ, നിന്റെ കയ്യിലിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പറ. അപ്പൊ എനിക്ക് ഒരു കാര്യം അറിയാം, ഞാൻ നമ്മുടെ സാധാരണ ബുദ്ധി ചിന്തിച്ചു കഴിഞ്ഞാല് ഷീ ഈസ് ഹാവിംഗ് അറൌണ്ട് 30+ years സർവീസ് ഇൻ ദ കമ്പനി. ഒന്ന് ഓർമ്മ 30+ years സർവീസ് ഉള്ള ഒരാളെ ഒരിക്കലും കമ്പനി അവിടെ നിന്ന് ഒരു രീതിയിലും അനക്കത്തില്ല. കാര്യം അവരെ ഇളക്കി കഴിഞ്ഞാൽ അതുപോലെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. സോ ദേ വിൽ നോട്ട് ഡു എനിത്തിങ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ കർത്താവ് എന്റെ മുമ്പിൽ വേറൊരു ഉദാഹരണം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഞാൻ പണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഞാൻ പോയ വഴിക്കുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് മാജിക് നടന്നുകൊണ്ടിരുന്ന സ്ഥലം ഇളകിപ്പോയത്. അത് ഇപ്പം കേട്ടിട്ടില്ലാത്തവർക്ക് ഞാൻ പറ്റി പറഞ്ഞുതരാം. അത്രയും ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് കർത്താവിനോട് ഒരു ചോദ്യം ചോദിച്ചു. അത് നീ 3-4 പ്രാവശ്യം ഇതുവഴി ഡ്രൈവ് ചെയ്ത് പോയപ്പോ ഇതിന്റെ റിസൾട്ട് നീ കണ്ടെങ്കിൽ നീ ഒറ്റ പ്രാവശ്യം നീ നേരെ നോക്കിയാൽ ഇത് കരിഞ്ഞു പോകുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട്, ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ അവരുടെ സീറ്റ് കാണാം, എഴുന്നേറ്റ് നിന്നിട്ട് കർത്താവ് തന്ന അധികാരത്തിൽ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉപദ്രവിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ഇവിടെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തതുപോലെ ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് തോന്നുന്നിപ്പം എത്ര നാൾ എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു ലോക്ക്ഡൌണിന്റെ സെക്കൻഡ് വീക്കിൽ റിസൾട്ട് വന്നു. ലോക്ക്ഡൌണിന്റെ സമയത്ത്, ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പ്, അല്ല അതിന് തൊട്ട് മുമ്പേ അവർ പറഞ്ഞായിരുന്നു. ഞാൻ ഈ ടൈം ഓർക്കത്തില്ല, ടൈം മുഴുവൻ കാര്യങ്ങൾ സ്കെഡ്യൂളിംഗ് ടൈം മുഴുവൻ ഞാൻ സൂസനോട് ചോദിക്കുന്നു. ലോക്ക്ഡൌണിന് ഒറ്റ ആഴ്ച മുമ്പ് ശേഷം ഒരാഴ്ചക്ക് ശേഷം അനൗൺസ് ചെയ്തിരിക്കുന്നു, ഈ ആളെ അവിടുന്ന് സുഖമായിട്ട് എടുത്ത് കമ്പനി എടുത്തങ്ങ് മാറ്റി വേറെ തോന്നി. ഒരിക്കലും നടക്കുന്ന ഒരു സംഭവമല്ല, അവരെ അങ്ങനെ ഒരിക്കലും ഇവിടുന്ന് മാറ്റേണ്ടതല്ല. ഒറ്റയടിക്ക് നേരെ അവിടുന്ന് അവരെ എടുത്ത് കളഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, ഇത് പോയി. നോക്കിയപ്പോ അടുത്ത ന്യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന പഴയ ആൾ, May 1st ആള് തിരിച്ച് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ. അവർക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, കർത്താവിന്റെ നാമത്തിൽ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒന്നും ചെയ്തില്ല, എഴുന്നേറ്റ് നിന്നിട്ട് ആ സീറ്റിലേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഇത്രേ പറഞ്ഞുള്ളൂ. ഞാൻ പറയാം ഒരു കാര്യം, ഞാൻ ഇവിടെ പറയാം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങള് എഴുന്നേറ്റ് നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ചലിക്കാത്ത ഒന്നുമില്ല. കർത്താവിന്റെ മുമ്പിൽ ഒന്ന് കർത്താവിന്റെ കൂടെ നിന്ന് നോക്കി, കർത്താവിന്റെ കൂടെ നിർമ്മലതയിൽ ഒന്ന് നിന്ന് നോക്കിക്കുക. എത്ര ഉറച്ച സാധനമാണെങ്കിലും ശരി, നിനക്കെതിരായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ വേരോടെ പറിച്ചു കളയാൻ എന്റെ കർത്താവിന് ഒരു നിമിഷം പോലും വേണ്ട. ഒറ്റ മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞ് അവരെ അപ്പുറത്താക്കി പുതിയ പഴയ എന്റെ നേരത്തെ ഉണ്ടായിരുന്ന എന്റെ ബോസ് തന്നെ വീണ്ടും തിരിച്ചു വന്നു. ആൻഡ് ഷീ സോ ഹാപ്പി ദാറ്റ് ഐ ആം ദെയർ. അവരെന്നെ ഇടയ്ക്ക് കാണുമ്പോൾ എന്നോട് തന്നെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, മാത്യു എനിക്കറിയാം എങ്ങനെയാ നീ ഇപ്പൊ അവിടെ ജോലി ചെയ്തതെന്ന്. ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു വർക്ക് വിത്ത് ഹെർ. അവർക്ക് അറിയാവുന്നതുകൊണ്ട്. സാധാരണ രീതിയിൽ അങ്ങനെ ഓഫീസിൽ ആരും അങ്ങനെ പറയുന്നല്ലേ, ഞങ്ങൾ അതുപോലെ അടുപ്പമായതുകൊണ്ട്. കാര്യം ഷീ നോസ് ദാറ്റ് ഹൗ ഐ വർക്ക്. അവരൊരിക്കലും ഒരു കാര്യത്തിൽ എന്നെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തത്. പക്ഷെ ഒരു ഡിസ്റ്റർബൻസ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, അവര് കളിക്കുന്ന തീയോടാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ നാമത്തിൽ ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ, ഇഫ് യു ആർ ജെനുവിൻ, ഞാൻ അത് വീണ്ടും പറയാം, ഇഫ് യു ആർ ജെനുവിൻ, നമുക്ക് ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് യു ആർ ജെനുവിൻ, ഇറ്റ് വിൽ ഗെറ്റ് മൂവ്ഡ്. കർത്താവ് അത്ഭുതം ചെയ്യും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഞാൻ വാസ്തവത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാ ദിവസവും പോകുമ്പോൾ, ഞാനും സൂസനും ഞങ്ങൾ ജോലിക്ക് പോകുന്നതിന് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്ത് പ്രാർത്ഥിക്കും. സ്ഥാപനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, മുകളിലിരിക്കുന്നവരെ എല്ലാവരെയും പേരായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നത്. അപ്പൊ ഈ ജനുവരിയിൽ വന്നപ്പോഴാണ് ഞാൻ ഇത് തന്നെ കർത്താവിനോട് ചോദിച്ചു, നീ എല്ലാ ദിവസവും രാവിലെ ഈ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് അവർ ശല്യം എന്ന് പറയുന്നുണ്ട്, ഈ 2 കാര്യം കൂടെ എങ്ങനെ എന്നോട് പറയുന്നു? He talks in a very funny way. Sometimes കർത്താവ് ചോദിക്കേണ്ട, നീ എന്ത് മണ്ടത്തരം എന്നോട് ഇരിക്കും. ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ എല്ലാവരോടും പറയുന്നത്, ഈ ഒരു അടുപ്പം നമ്മൾ കർത്താവായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നു. ഇറ്റ് ഈസ് റിയലി റിയലി വണ്ടർഫുൾ. നീ രാവിലെ എന്നോട് പറയുന്നു ഇവരെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നു, അവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ നീ ഇടുന്നുണ്ട് ഇവർ ഭയങ്കര ശല്യമാണെന്ന് മനസ്സിൽ നിനക്ക് ഭാരമുണ്ട്. ഇത് രണ്ടുകൂടെ പറഞ്ഞാൽ എങ്ങനെയാണ്?
അവിടെ വെച്ച കർത്താവ് നീ ഡിസേൺ ചെയ്യും, അതെന്ത് സ്പിരിറ്റ് ആണെന്ന് നീ നോക്ക്. ഹി വിൽ നോട്ട് ബേബി സിറ്റ് യു സംടൈംസ്. എനിക്ക് തോന്നുന്നു കർത്താവ് നമ്മളെ ആ ഒരു രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. അന്നേരം കർത്താവ് സ്റ്റോപ്പ് ബ്ലെസ്സിങ് ഹർ. നീ ബ്ലെസ് ചെയ്തോണ്ടിരിക്കുമ്പോ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയാം, നിങ്ങളുടെ നാവിലിരിക്കുന്ന അധികാരം വലുതാണ്. നമ്മൾ ബ്ലെസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഹി കനോട്ട് ഡു എനിത്തിങ് ഫർദർ. കർത്താവ് നീ ഡിസേൺ ചെയ്തിട്ട് നീ അത് സ്റ്റോപ്പ് ചെയ്യും. നിനക്ക് എന്താണ് ആവശ്യം ടെൽ മീ. അത് കഴിഞ്ഞപ്പോ വീണ്ടും പറയുന്നത്, പിന്നെ പറയുന്നെന്ന് പറഞ്ഞാൽ നീ എന്നോട് പോലും പറയണ്ട, നിന്റെ കയ്യിലല്ലേ ഞാൻ തന്നിരിക്കുന്നത്, നീ എഴുന്നേറ്റ് തന്നെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും വീണ്ടും പറയാം, നിങ്ങൾ എഴുന്നേറ്റ് നിന്നൊരു വാക്ക് പറഞ്ഞാൽ, ഇഫ് യു ആർ ജെനുവിൻ, ഇഫ് യു ആർ righteous in your heart, it will happen. ഹല്ലേലൂയ. നാളെ അതുകൊണ്ട് എന്താ പറയുക, മൂക്കിന്റെ തുമ്പത്ത് ഇച്ചിരി ദേഷ്യം വന്നിട്ട് ആരോടെങ്കിലും എഴുന്നേറ്റ് വന്നിട്ട് അതൊന്നും പറയരുത്, ഒന്നും നടക്കത്തില്ല. യു ഷുഡ് ബി ജെനുവിൻ. നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണെങ്കിൽ കർത്താവ് നീക്കുമ്പോൾ കൊണ്ടാക്കി. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇത് നമ്മുടെ ഒരു എക്സ്ട്രീം സംഗതിയാണ്. ശരിക്കും ജോലിയിൽ ഒരു എക്സ്ട്രീം സംഗതിയായിരുന്നു എന്നാണ്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഇന്ന് നടന്നൊരു കാര്യം, ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം ഞങ്ങള് വെളിയിൽ റയൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അപ്പൊ പുറത്ത് ഏതാണ്ട് സാധനം ഇരിക്കുന്നു. ഞാൻ നോക്കിയപ്പോ അവിടെ ഒരു പേപ്പർ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ പേപ്പറാണ് കിടക്കുന്നത്. അപ്പൊ ഇവ പറഞ്ഞല്ല, ജസ്റ്റ് ഒന്ന് ലീൻ ഫോർവേഡ് ചെയ്ത് നോക്കി, യു ക്യാൻ സീ സംതിങ് ദേർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോ പുറത്തെന്തോ സാധനം ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ നേരെ ചെന്ന് കഥവ് തുറന്ന് നോക്കിയപ്പോ ഒരു വലിയ ബാഗുണ്ട്. ഞാൻ ആ ബാഗിനകത്ത് ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. കുറച്ച് അപ്പൊ എനിക്ക് സാധനം കണ്ട ഉടനെ പിടിയിട്ട് ഞാനിപ്പോ സൂസനോട് ചോദിച്ചു, ഇതെന്താന്ന് വല്ല അറിയാവുന്ന. അപ്പൊ പെട്ടെന്ന് വന്ന് നോക്കുമ്പോ വലിയൊരു ബാഗിനകത്ത് കുറെ സാധനങ്ങൾ, ഒരു നമ്പറും പുറത്ത് എഴുതിയിട്ടുണ്ട്. സാധനം കണ്ട ഉടനെ സൂസൻ പറഞ്ഞു, ഇത് നമ്മുടെ അല്ല. സൂസന് പിന്നെ ഇങ്ങനത്തെ സംഗതികൾ പിന്നെ എന്താ പറയുന്ന, ഷി ഗോസ് ഇൻ ദ എക്സ്ട്രീം. അത് അകത്തോട്ട് പോലും കെട്ടാൻ പറ്റത്തില്ല നമ്മളെ തന്നെ. ഞാൻ പറഞ്ഞു ഓക്കെ, അത് വെളിയിലിരിക്കേണ്ടല്ലോ, അകത്ത് വെച്ചിട്ട് നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യണ്ടേ. മറ്റുള്ളവരുടെ സാധനം, ഇത് വേറെ ആരുടെയാണ്, നമുക്ക് തൊടാൻ പോലും പറ്റത്തില്ല. തൊടുക എന്ന് പറഞ്ഞാൽ അത് വെളിയിൽ ഇരുന്നിട്ട് വല്ലവരും എടുത്തോണ്ട് പോകുന്നതിലും നല്ലല്ലേ നമ്മൾ എടുത്തു വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നു. മറ്റുള്ളവരുടെ സാധനം, ഇത് വേറെ ആരോ ഓർഡർ ചെയ്ത് വേറെ എന്തോ സാധനമാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ എടുക്കാനും പോകുന്നതിന് ഉപയോഗിക്കാൻ ഇല്ല, അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല. ഞാൻ അപ്പൊ സാധനം കണ്ടോളാൻ എന്നോട് പറഞ്ഞു, ഇത് മലയാളി ഗ്രോസറി സ്റ്റോറിലെ അവിടെ ഗ്രോസറി സ്റ്റോറിലെ സാധനമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, അവരെ വിളിക്കാൻ. നേരെ എടുത്തു, ഞാൻ ഫോൺ എടുത്തിട്ട് ഈ നമ്പർ കൊടുത്ത് അവരെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഈ സാധനം നിങ്ങൾ ഈ നമ്പറിലാണ് ഇപ്പൊ എന്റെ വീട്ടിലാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയാതൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, അപ്പം സാധനം ഞാൻ ഇവിടെ തകർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവര് പറഞ്ഞു, അല്ല ഇവിടെ തന്നെയാണ് ഡെലിവറി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതാരാണ് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? അന്നേരം അവർ പേര് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു ഫാമിലി തന്നെ അത് ഓർഡർ ചെയ്തു. ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കും. ഐ ഗോട്ട് ടോട്ടലി സർപ്രൈസ്. അപ്പം അപ്പോഴെനിക്ക് മനസ്സിലായി, ഓക്കെ, അത് കേട്ട് ഇവര് ആക്സസ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാത്രമാണ് സൂസറിനെ കൊണ്ട് ഈ സാധനം അകത്തോട്ട് എടുപ്പിച്ച്. ഞാൻ പറഞ്ഞ വാസ്തവത്തിലൊന്ന് ഓർത്ത് നോക്കണം. കാരണം ഞാൻ അതെടുത്ത് തുറന്നു നോക്കുമ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളിൽ പലതും തീർന്നിട്ട് ഞാൻ ഇനി എപ്പോഴായിരുന്നു പോയി വാങ്ങിക്കുന്നതെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്ന, ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെ അതിനകത്ത് മുഴുവനുണ്ട്. ഞാൻ പറയുന്നത് ചെറിയ കർത്താവ് നമ്മുടെ ചെറിയ ആഗ്രഹം പോലും, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കർത്താവ് എത്ര വ്യക്തമായിട്ട് കാണുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ അതിനകത്ത് പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്കിതൊന്നും വിളിച്ചു വെക്കേണ്ട കാര്യമില്ല വാസ്തവത്തിൽ. ആ സാധനം കിട്ടി എടുത്ത് അകത്ത് വെച്ചാൽ പോരെ. കാര്യം ഈ FREE എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ബോധം പോകുന്ന ആൾക്കാരുണ്ടല്ലേ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് FREE എന്ന് കേട്ട്. ഫ്രീ എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പ ചാടി വീഴും. അത് എന്ത് സാധനമായിട്ട് പണ്ട് തമാശന് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഫ്രീ ആണെന്ന് കേട്ട് കഴിഞ്ഞാല് പുരടാണെന്നെങ്കിലും വാങ്ങിച്ച് കഴിക്കും. അപ്പം വേറൊരു ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഇങ്ങനെ സാധനം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടേതല്ലെന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത്. സാധനം അവരോട് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോ പിന്നെ അവർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓർഡേർഡ് ഹാസ് റീകൺഫേംഡ് ഇറ്റ്, അതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും വിളിച്ചു പറയുന്നത്.
കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ ഞാനിപ്പോ വിചാരിച്ചു ഇത് കുറച്ച് തീർന്നല്ലോ, ഇനിയിപ്പോ എപ്പോഴാ പോകുന്നത്, ഇനിയും പോകണ്ടേ. കാര്യം നമുക്കൊക്കെ അറിയാം, നമ്മളിന്നിപ്പോ ഈ പോകാൻ ഇറങ്ങി, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മടിയാണ്. നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിപ്പം വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യും, പിന്നെ സമയമില്ല പോവാൻ. അപ്പൊ പല കാര്യങ്ങളിലും ഞാൻ പറയുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ ജോലിയിൽ ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ മുതൽ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ മുമ്പിലിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ മുതൽ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ വരെ ശ്രദ്ധ വെക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. കർത്താവിനെ ആർക്ക് വിളിച്ചത് മഹത്വപ്പെടുത്താമോ? താങ്ക് യു ജീസസ്. ഞാൻ ഇപ്പോഴാണ് ഒന്ന് അൺവൈൻഡ് ചെയ്തത്. ഹല്ലേലൂയ. 10 മണിയാകുന്നു. നമ്മള് സാക്ഷ്യങ്ങൾ കേട്ടു. പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ. ജോഹാൻ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ബ്രദറെ. എനിക്കൊരു പ്രാർത്ഥന വിഷയമുണ്ട്. ജിജി സിസ്റ്റർ ആണേ. പറഞ്ഞു. മമ്മിയുടെ ബ്ലഡ് പ്രഷർ ഇപ്പൊ ഒരു 1 വീക്കായിട്ട് ഹൈ ആയിട്ട് നിൽക്കുവാണ്. അതായത് 200/130, 200/150, 173 അതേപോലെ അങ്ങ് നിൽക്കുകയാണേ. അപ്പം ഞാന് പിന്നെ മരുന്ന് മമ്മി മറ്റേ രാവിലെ ഒരു നേരമേ കഴിക്കുന്നുള്ളൂ. ഇപ്പൊ 3 നേരം കഴിച്ചിട്ടും കുറയുന്നില്ലേ. അപ്പൊ ഞാൻ ഇന്ന് ആ വിർച്വൽ വിസിറ്റിലൊക്കെ നോക്കിയിട്ടൊക്കെ അത് ഭയങ്കര പാടാ. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അനു സിസ്റ്റർ പറഞ്ഞായിരുന്നില്ല, ഫാർമസി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സിസ്റ്ററെ കോണ്ടാക്ട് ചെയ്യാനേ. അപ്പൊ ഞാൻ സിസ്റ്റർ ഒന്ന് കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പം തിങ്കളാഴ്ചത്തേക്ക് സിസ്റ്റർ ഞാൻ മീൻസ് മമ്മിക്ക് ഇവിടെ കാണിച്ചതിന്റെ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുത്തപ്പോൾ അത് എക്സ്പയറി ആയി. അത് വീണ്ടും ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലേ ചെയ്യാൻ മരുന്ന് തരാൻ പറ്റത്തുള്ളൂ ഇവിടെ ഷോപ്പേഴ്സുകാർ പറഞ്ഞു. അപ്പം അനു സിസ്റ്റർ പറഞ്ഞു അപ്പം അവിടുന്ന് മൺഡേ വിളിച്ചിട്ട് അവരുടെ ഡോക്ടറെ കൊണ്ട് ഒരു ന്യൂ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് ഇവിടെ ഫാർമസി മരുന്ന് കിട്ടത്തക്ക രീതിയിലേ ചെയ്യാവുന്നു. അപ്പൊ മരുന്ന് ഇപ്പൊ 2 ദിവസത്തേക്ക് കൂടെ ഉള്ളതേ ഉള്ളു. അപ്പൊ അത് തീരുമായിരുന്നേ. അപ്പൊ ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒന്ന് കുറയാനായിട്ട് മമ്മിക്ക് ആവശ്യമില്ലാത്ത ടെൻഷനും കാര്യങ്ങളും ഒക്കെയാ. അമ്മയ്ക്ക് ദുബായിലെ മകനെ പറ്റിയിട്ടുള്ള ടെൻഷൻ ആണെന്നാ തോന്നുന്നു. അത് തന്നെയാണേ. അമ്മയോട് പറഞ്ഞു, ദുബായിലുള്ള കാര്യങ്ങളെല്ലാം കർത്താവാ നോക്കുന്നത്, ഒന്നും സംഭവിക്കത്തില്ല. മരുന്ന് 3 നേരം കൂട്ടാനല്ല, മരുന്നുള്ളത് കുറയ്ക്കാനാ കർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ അത് നിർത്താനാ പറയുന്നത്. സിസ്റ്റർ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കത്തില്ല. സിസ്റ്റർ കൈവച്ച് പ്രാർത്ഥിക്കുക. ജോഹാൻ, യു ആർ ഓൾസോ ദേർ, റൈറ്റ്? യെസ്. So pray for your grandma. Okay? Okay. Lay your hands upon her and command in the name of Jesus. Okay? നിങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നതുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ആണെന്ന് പോയി പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. അതിന് ഒരു 5 നിങ്ങൾ പ്രാർത്ഥിക്കാൻ മിനിറ്റ് കഴിയുമ്പോൾ പ്രഷർ നോക്കുക, എന്നിട്ട് അടുത്ത ആഴ്ച സാക്ഷ്യം പറയുക. റെഡിയാണല്ലോ? അതെ അതെ. അപ്പൊ ഇന്ന് പ്രാർത്ഥനാ വിഷയത്തിന് പ്രാർത്ഥിക്കുന്നില്ല, അതിന്റെ റിസൾട്ടാ കാണാൻ പോകുന്നത്. റിസൾട്ടാ കാണാൻ പോകുന്നത്. I still remember when Krishna had something. I think that time, Rishabh, you prayed for her, right? Yeah, the back pain. For her back pain. So I want you guys come out of the shell. നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് അത്ഭുതം നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ നിങ്ങൾ കാണും. അങ്ങനെ അടുത്ത ലെവലിലെ അടുത്ത സാക്ഷി നമ്മൾ അടുത്ത ആഴ്ച കേൾക്കും. ഇനി പ്രാർത്ഥനാ വിഷയങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പോവാ. ഇതുപോലെ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, പറയുക. കാര്യം അവരുടെ സാക്ഷി അടുത്ത ആഴ്ച കേൾക്കണമുണ്ട്. താങ്ക് യു ജീസസ്. ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണോ പറയാത്തത്? കാരണം ഇവിടെ നമ്മൾ ക്രിസ്തുവിൽ വളരുന്നത്. കാര്യം നമ്മുടെ കയ്യിലിരിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആരാണ് നമുക്ക് പൂർണ്ണ ബോധ്യമാണ്. സോ നമ്മൾ കർത്താവിന്റെ വയലിലേക്ക് വിതയ്ക്കുന്നു. എടുത്ത് എനിക്കറിയാം ഇപ്പം ഗിവിംഗ് നന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ട് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ പറ്റി ഇനിയും ഫുള്ളായിട്ട് അത് എടുക്കുമെന്നാണ് പറഞ്ഞത്. സോ അതും വാസ്തവത്തിൽ ഇത്രയും ലെങ്തി സെഷൻസ് തങ്കു ബ്രദറിന്റെ നിന്ന് കിട്ടുന്നതും തോമസ് ബ്രദറിന്റെ നിന്ന് കിട്ടുന്നതൊക്കെ വാസ്തവത്തിൽ എന്തൊരു അനുഗ്രഹമാണ്. ഓർത്തു വയ്ക്കും. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, വേറെ ഒരിടത്തും 50 ദിവസം അല്ലെങ്കിൽ 60 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ശുശ്രൂഷിക്കാൻ സാധാരണഗതിയിൽ ഒരാളെ കൊണ്ടും പറ്റത്തില്ല.
അല്ലെ ബൈബിളിൽ എത്ര വെച്ച് പറയാനാ, പക്ഷെ എവറി ഡേ തിങ്സ് ആർ കമ്മിങ് ന്യൂ ആൻഡ് ന്യൂ. ഹല്ലേലൂയ. സോ നമ്മൾ കർത്താവിന്റെ വയലിലേക്ക് വിതയ്ക്കാൻ പോവാം. എല്ലാവരും ചേർന്ന് പൂള കയ്യിലൊക്കെ എടുക്കാം. താങ്ക് യു ജീസസ്. ജിജോ ബ്രദർ ലൈനിലുണ്ടോ? ജിജോ ബ്രദർ പ്രാർത്ഥിച്ചാൽ നല്ലതായിരുന്നു. ഹല്ലേലൂയ. ജിജോ ആശ ജിജോ ഉണ്ടോ? ഉണ്ട് പറഞ്ഞത് നെറ്റ് സ്വല്പം സ്ലോ ആയിരുന്നു അതുകൊണ്ടാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം കർത്താവേ. നല്ല ദിവസമായി ഞങ്ങൾ സ്തോത്രം കർത്താവ് ഞങ്ങളുടെ സ്ഥാനത്ത് ഞാൻ സ്തോത്രം ചെയ്ത് പിതാവേ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളിപ്പോൾ സഭയെ കർത്താവ് സന്തോഷത്തോടെ കർത്താവേ ഞങ്ങളുടെ വയലിൽ ഞങ്ങൾ വിതയ്ക്കുന്ന കർത്താവ് സന്തോഷത്തോടെ വിതയ്ക്കുന്ന കർത്താവേ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം കർത്താവേ. സാക്ഷ്യത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. ലോകത്തിന് മുമ്പിൽ വാതിലുകൾ അടയുമ്പോൾ കർത്താവേ ദൈവമക്കളുടെ മുമ്പിൽ വാതിൽ തുറക്കുന്ന കർത്താവേ ഞങ്ങൾ ജീവിക്കുന്ന കേൾപ്പിക്കുന്നതിനെ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ സന്തോഷത്തോടെ വിതയ്ക്കുന്ന കർത്താവേ. ഹല്ലേലൂയ തന്ന ആരോഗ്യത്തിനും വരുമാനമാർഗം സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾ ഓരോ ദൈവമക്കളെയും കർത്താവേ അത്ഭുതകരമായി ഞങ്ങൾ നടത്തുന്നതിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ സന്തോഷത്തോടെ വിതയ്ക്കുന്ന കർത്താവേ. കർത്താവേ ദൈവരായത്തിന് അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയ്ക്കൊണ്ടാണ് പിതാവേ യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അടുത്ത ആഴ്ചകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാൽ നല്ലതാണ്. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി. My birthday is on the 19th, Alvis. Hey Alvis. Yeah. Alvisന്റെ ബർത്ത്ഡേ അടുത്ത ആഴ്ച. So happy birthday Alvis. Advance birthday wishes. My birthday was yesterday. Yesterday, yeah, I saw your pictures in WhatsApp and Facebook.